ഫോണിലൂടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. വളരെ കാലത്തെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിന്റെയും ഫലമായി നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിന് മുൻപായി സ്വർഗം നമുക്കിങ്ങനെ ഒരു അവസരം കൂടെ നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൃപാലുവായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്നവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ മീറ്റിംഗിന്റെ രണ്ടാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നല്ലോ. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിലും ഇതുവരെയും സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടായിരുന്നു. തുടർന്നും കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്നവരും അടുത്ത മകലെയുമായിരുന്ന ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നാം തിരുവെഴുത്തിൽ നിന്ന് ഭൂമിയിൽ സംഭവിക്കുന്ന ഒരുക്കങ്ങളുടെ ഒരു നീണ്ട നിരയെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഏതാണ്ട് BC 750 യെരൂശലേമിൽ ജീവിച്ചിരുന്ന പ്രവാചകനായ ആമോസ് ഇസ്രായേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു നമ്മുടെ ചിന്താവിഷയം. ഇസ്രായേലേ, ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യുവാനിരിക്കുന്നത് കൊണ്ട് നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ആ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. കഴിഞ്ഞ രാത്രിയിൽ വായിച്ച വേദഭാഗം ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് വായിക്കാം. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചാൽ, അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കഴിഞ്ഞ രാത്രിയിൽ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം ഞാൻ പറയുകയുണ്ടായല്ലോ. ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ നടത്തപ്പെടുന്ന ഒരുക്കങ്ങളുടെ ഒരു നീണ്ട നിര വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നാം ഇന്ന് സംഭവബഹുലമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ പക്കൽ ലഭിക്കുന്ന വാർത്താ മാധ്യമത്തിൽ കൂടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് വായിച്ച് ഗ്രഹിച്ച് അതിനാൽ മനുഷ്യൻ വളരെ വ്യാകുലപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഭൗമികമായി അല്ലെങ്കിൽ സാംസ്കാരികമായി ശാസ്ത്രീയമായി മനുഷ്യൻ പുരോഗമിച്ചു എന്ന് മനുഷ്യൻ അഭിമാനിക്കുന്നു. മനുഷ്യന്റെ ജീവിതമാകമാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പാർപ്പിടങ്ങൾ, മനുഷ്യന്റെ വസ്ത്രം, മനുഷ്യന്റെ ഭക്ഷണം, അവന്റെ വാഹന സൗകര്യങ്ങൾ, ഇങ്ങനെയെല്ലാം ആകമാനം ഓരോ ദിവസം കഴിയും തോറും മനുഷ്യൻ ലോകത്തിൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുയരുകയാണ്. എന്നാൽ മറുഭാഗത്ത് മനുഷ്യൻ ധാർമ്മികമായി ഏറ്റവും അധപ്പതിച്ചിട്ട് ധാർമ്മികതയിൽ ഏറ്റവും പിന്നിലേക്ക് പോയി പാപത്തിന്റെ അന്ധകാരം പിടിച്ച് അന്ധതയാൽ ഇരുളിന്റെ ഇടനാഴികയിൽ തപ്പിത്തടയുന്ന ഏറ്റവും ഹീനവും ശപിക്കപ്പെട്ടതുമായ ഒരു തലമുറയുടെ മധ്യയാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഒരു ഭാഗത്തെ മനുഷ്യൻ പുരോഗമിച്ചു എന്ന് അഭിമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ ചുരുക്കമായ ആയുസ്സിനുള്ളിൽ ജീവിതത്തിൽ മാക്സിമം സുഖ സന്തോഷങ്ങൾ അനുഭവിക്കുവാനുള്ള എല്ലാവിധ തുറകളും എല്ലാവിധ സൗകര്യങ്ങളും മനുഷ്യനിന്ന് കണ്ടെത്തിയെന്ന് അഭിമാനിക്കുമ്പോൾ, മറുഭാഗത്തെ മനുഷ്യൻ അധപ്പതിച്ച് നശിച്ചു പോകുന്ന മൃഗതുല്യനായി എന്തിനായി ജനിച്ചു, എന്തിനു വേണ്ടി ജീവിക്കുന്നു, എവിടെ നിന്ന് തുടങ്ങി എവിടെ പോയി അവസാനിക്കുമെന്നറിയാൻ കഴിയാതെ മനുഷ്യൻ മൃഗതുല്യനായി നശിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം രാജ്യത്തിന്റെ സംരക്ഷണം, സ്വന്തം ജാതിയുടെ സംരക്ഷണം, സ്വന്തം പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പ്, സ്വന്തം ഖസാരയുടെ സുരക്ഷിതത്വം, ഇതിനായിട്ടൊക്കെയും ലോകത്തിൽ ഇന്ന് മനുഷ്യൻ പരക്കം പാഞ്ഞ് മനുഷ്യൻ ഏറ്റവും ഹീനവും ക്രൂരതയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനമായ ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ലോക സംഭവങ്ങളെല്ലാം നാം നോക്കിയാൽ ഭൂമിയിൽ മനുഷ്യന് സമാധാനം എന്ന് പറയുമ്പോൾ
ഇന്നത്തെ നമ്മുടെ ലോകത്തിന്റെ ഗതി നോക്കിയാൽ ആളിക്കത്തുന്ന ഒരു പുരയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ സുരക്ഷിതനാണെന്ന് അട്ടഹസിക്കുന്ന ഒരു പ്രാന്തന്റെ ഗതിയാണ് ഇന്ന് ലോകത്തിന്റെ ഗതി. മനുഷ്യൻ അത്രമാത്രം നാശത്തിലേക്ക്, അത്രമാത്രം നിരാശയിലേക്ക് താണുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്തെ പുരോഗമിച്ച മനുഷ്യൻ മറുഭാഗത്തെ സമാധാനം നഷ്ടപ്പെട്ടവനായി, ആത്മീയത നഷ്ടപ്പെട്ടവനായി, സൃഷ്ടാവായ ദൈവത്തെ മറന്നുള്ള മനുഷ്യന്റെ യാത്രയാണ് അവന്റെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇന്ന് ലോകത്തിൽ നേരിടുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കും കാരണം. മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ നോക്കി അല്ലെങ്കിൽ അവന്റെ പ്രാപ്തിക്കോ അവന്റെ കഴിവിനോ നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണമുള്ള വളരെ ഹീനമായ സംഭവങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ അവയിൽ ചില ഭാഗത്തെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകനായ ആമോസ് ചോദിക്കുന്നു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായല്ലോ, സ്വർഗത്തിലും ഭൂമിയിലും നടന്നുകൊണ്ടിരിക്കുന്ന ചില ഒരുക്കങ്ങളുടെ നിരയായിരുന്നു നമ്മുടെ ചിന്താവിഷയം. സ്വർഗത്തിലേക്ക് നാം നോക്കിയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ ആഗമനത്തിന്റെ കാലം അടുത്തിരിക്കുകയാൽ തന്റെ പരിശുദ്ധ ദിനത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ ചേർക്കുവാൻ യേശു വരുവാൻ സ്വർഗത്തിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തന്നോടൊപ്പം ഭൂമിയിലേക്ക് വരുവാനുള്ള സ്വർഗീയ ദൂതന്മാർ അവരുടെ കാഹളങ്ങളെ ഊതുവാൻ ഒരുക്കമായി നിൽക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നിത്യതയിലെ നിവാസങ്ങൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. യേശുവിന്റെ വരവിന് ശേഷം പ്രവാചകന്മാരുടെ പ്രവചന നിവർത്തി എന്ന വണ്ണം ദൈവത്തിന്റെ ക്രോധത്തിന്റെ കലശവും ദൈവത്തിന്റെ കോപത്തിന്റെ കാഹളവും ഊതുവാൻ തക്കവണ്ണം സ്വർഗീയ ദൂതന്മാർ ഒരുക്കമായി നിൽക്കുന്നു. അതിനപ്പുറമായി സകല മനുഷ്യരെയും നീതിയോടെ വിധിപ്പാനുള്ള ദൈവസിംഹാസനം സ്വർഗത്തിൽ ഒരുങ്ങുന്നു എന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. മറുഭാഗത്ത് ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ ലോകത്തിലും അതിശക്തമായ വളരെ അതിവേഗതയിൽ ചില ഒരുക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊന്ന് അരിമനാഥന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി അല്ലെങ്കിൽ മശിഹായുടെ മടങ്ങി വരവിനായി പരിശുദ്ധാത്മാവും ദൈവസഭയും ഭൂമിയിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മറുഭാഗത്തായി കർത്താവിന്റെ വരവിന് ശേഷം ലോകത്തെ അടക്കി വാഴുവാനുള്ള ഒരു സ്വേച്ഛാധിപതിയായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിനായി ലോകം വെമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിനപ്പുറമായി നൂറ്റാണ്ടുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം നിലനിന്ന് തകർന്നുടഞ്ഞുപോയ സാമ്രാജ്യ ശക്തിയുടെ പുനഃസ്ഥാപനത്തിനായി ലോക ജനത ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറമായി യഹൂദൻ തന്റെ ആലയത്തെ പണിയുവാനും ഒരു വലിയ യുദ്ധത്തിനായി ലോകരാഷ്ട്രങ്ങൾ ഒരുങ്ങുന്നു. ശാസ്ത്രലോകം മനുഷ്യന്റെ മേൽ 666 ഒരു ഭീകരമായ സംഭവം അടിച്ചേൽപ്പിക്കുവാൻ ശാസ്ത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവയായിരുന്നു നമ്മുടെ ചിന്താ വിഷയം. കഴിഞ്ഞ രാത്രിയിൽ യേശുവിന്റെ വരവും തന്റെ വിശുദ്ധ സഭയുടെ രൂപാന്തരവും അല്ലെങ്കിൽ വിശുദ്ധ സഭയുടെ സ്വർഗാരോഹണത്തെ കുറിച്ചും നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ വരവിന് ശേഷമായി ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലോകത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. എല്ലാം വളരെ വിശദമായി വളരെ ആഴമായി ചിന്തിച്ചു വെക്കുവാൻ നമുക്ക് സമയം പോരാ. കർത്തൃസന്നിധിയിലായിരിക്കുന്ന ഏവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ലോകത്തിൽ അടക്കി വാഴുവാൻ വരുന്ന ഒരു അധർമ്മമൂർത്തിയായ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ ഭാഷയിൽ യേശുക്രിസ്തു എന്ന ഒരുവന്റെ ആഗമനത്തിനായി ലോകം ഇന്ന് ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചാട്ട്, അധർമ്മത്തിന്റെ മർമ്മ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. അടുത്തത്, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അടുത്തത്, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്രദ്ധിക്കുക. അവന്റെ പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ളതും അനേക പ്രാസംഗികരിൽ കൂടെ വേദപുസ്തക പണ്ഡിതരിൽ കൂടെ ഒക്കെയും നാം കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്
ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ പൗലോസ്ലീഹ ലോക അവസാനത്തിങ്കൽ ലോകത്തെ അടക്കി വാഴുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ ആഗമനവും ലോക ജനതയ്ക്ക് അത് എത്രമാത്രം സന്തോഷകരമായിരിക്കുമെന്നും അവന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്നും പൗലോസ് തന്റെ ലേഖനത്തിൽ കൂടെ നമ്മോട് പറയുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ലോകത്തിൽ നിലനിൽക്കുന്ന പ്രശസ്തമായ 3 മതങ്ങൾ, മതഗ്രന്ഥങ്ങൾ ഈ അധർമ്മമൂർത്തിയെ കുറിച്ച് പറയുന്നു. ലോകത്തിലെ പ്രശസ്ത മതമായ ഇസ്ലാം മതത്തിന്റെ മതഗ്രന്ഥമായ ഖുർആൻ പഠിച്ചാൽ ഖുർആനിൽ ഈ അന്തിമ കാലത്തെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ലോകാവസാന പ്രവചനങ്ങളുടെ ഭാഗമായി 10 അടയാളങ്ങൾ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അതിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഈ എതിർ ക്രിസ്തുവിന്റെ ആഗമനം. അറബിയ ഭാഷയിൽ അവന് കൊടുത്തിരിക്കുന്നത് ദജാൽ എന്നാണ്. ദജാൽ എന്നൊരു വഞ്ചകൻ എഴുന്നേറ്റ് വരുമെന്നും അവനൊരു ഒറ്റക്കടനായിരിക്കുമെന്നും അവനൊരു ഇസ്രായേലിനായിരിക്കുമെന്നും അവൻ മുഴു ലോകത്തും യാത്ര ചെയ്ത് 70,000-ലധികം യഹൂദന്മാരെ വശീകരിച്ച് അവൻ ലോകത്തിന്റെ സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും എന്നാൽ ഒടുവിൽ ഈസാ നബി അവനെ ലിദാ ഗേറ്റിംഗിൽ വെച്ച് യുദ്ധത്തിൽ അവനെ വധിച്ചു കളയുമെന്നും ഇസ്ലാമിയ മതഗ്രന്ഥമായ ഖുർആൻ ഏത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. അടുത്തതായി ജൂതന്റെ മതഗ്രന്ഥമായ തൽമൂദ് പഠിച്ചാൽ അതിൽ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് റോമൻ ഭരണകർത്താക്കന്മാരിൽ ഒരുവൻ അർമലിയാസ് എന്നൊരു ഭരണകർത്താവ് എഴുന്നേറ്റ് വരും. അവൻ വഞ്ചകനായി ലോകത്തിലെമ്പാടും യാത്ര ചെയ്ത് ലോക ജനതയെ വശീകരിക്കുമെന്നും എന്നാൽ ഈ ഈസാ നബി അല്ലെങ്കിൽ ദാവീദിന്റെ വംശത്തിൽ ജനിച്ച മസിഹ അവനെ യുദ്ധത്തിൽ കൊന്നൊടുക്കി കളയുമെന്നും യഹൂദ മതഗ്രന്ഥമായ തൽമൂദ് പറയുന്നു. അടുത്തതായി ബൈബിൾ നാം പഠിച്ചാൽ ബൈബിൾ ഇവനെ വിളിച്ചിരിക്കുന്നത് അധർമ്മമൂർത്തി എന്നാണ്. വിശുദ്ധ പൗലോസ് പറയുന്നു, ഒരു അധർമ്മമൂർത്തിയായവൻ അവൻ എഴുന്നേറ്റ് വരും. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവന്റെ വായിലെ ശ്വാസത്താൽ അവൻ അവനെ കൊന്നുകളയും. ഇത് ലോകത്തിൽ നിലനിൽക്കുന്ന പ്രശസ്തമായ 3 മതഗ്രന്ഥങ്ങൾ പറയുന്ന ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇസ്ലാമിയ മതഗ്രന്ഥം ദജാൽ എന്നാണ് അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം വഞ്ചകൻ എന്നാണ്. വഞ്ചകനായ ഒരുവൻ ഉപായത്തോടെ എഴുന്നേറ്റ് ലോകത്തെ വശീകരിപ്പാൻ തുനിയുമെന്ന് ഇസ്ലാമിയ മതഗ്രന്ഥമായ ഖുർആൻ പറയുമ്പോൾ ഇതാ യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദ് പറയുന്നത് റോമിൽ നിന്ന് റോമിന്റെ അവസാന ഭരണകർത്താവായ അർമലിയാസ് എന്നൊരുവൻ എഴുന്നേറ്റ് വരും. അവൻ ലോക ജനതയെ വശീകരിക്കും. എന്നാൽ മശിഹാ തമ്പുരാൻ അവന്റെ പ്രത്യക്ഷതയെങ്കിൽ അവനെ കൊന്നുകളയുമെന്നാണ് വിശുദ്ധ ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. ഒരു ക്രൂരനായ ഒരുവൻ അവൻ എഴുന്നേറ്റ് വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ പൗലോസ് പറയുന്ന വാക്കുകളിൽ ഇങ്ങനെയാണ് പറയുന്നത്. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം, അപ്പോൾ അധർമ്മമൂർത്തി പ്രത്യക്ഷനാകും. എന്നാൽ യേശുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവന്റെ വായിലെ ശ്വാസത്താൽ അവൻ അവനെ കൊന്നുകളയും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷത പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നൊക്കെ സാത്താന്റെ വ്യാപാരം. അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നത് അധർമ്മമൂർത്തിയായ ഒരുവൻ പ്രത്യക്ഷനാകും. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ തന്റെ മഹത്വത്താൽ അവനെ നശിപ്പിച്ചു കളയും. ഇതുവരെയും ഈ സംഭവം നടന്നിട്ടില്ല. ഈ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ലോക ജനതയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. സമാധാനം സമാധാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ലോകത്തിലേക്ക് വരും. വഞ്ചകനായ അവന്റെ ആഗമനം ലോക ജനതയ്ക്ക് ഏറ്റവും താല്പര്യപ്പെട്ടതായിരിക്കും. വേദപുസ്തകം പഠിച്ചാൽ ഇത് ലോകത്തിലൊരു അത്ഭുത വിഷയമായിരിക്കും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഇത് അവൻ നശിപ്പിക്കപ്പെടുന്നു. അവന്റെ ആഗമനത്തിലുള്ള കാലം ഏറ്റവും അധികം അടുത്തുപോയി. പക്ഷേ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെയും തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല. അടുത്തത് ആകിയാൽ അധർമ്മമൂർത്തിയുടെ ആത്മാവ് ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും എന്നാൽ ആര് ഒരുവൻ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നുവെന്നും ഈ
രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, ആരാണ് ഈ അധർമ്മമൂർത്തി? വേദപുസ്തകത്തിൽ അനേക പ്രവാചകന്മാർ ഇവനെ ദൂരത്ത് നിന്ന് കണ്ടു. ദാനിയേൽ ഇവനെ വിളിച്ചിരിക്കുന്നത് അവസാന കൊമ്പും ഉപായിയായ രാജാവും അവസാന പ്രഭു എന്നാണ്. എന്നാൽ പ്രവാചകനായ സഖറിയാവ് ഇവനെ വിളിച്ചിരിക്കുന്നത് തുമ്പുകെട്ട ഇട്ടേനെന്നാണ്. വിശുദ്ധ പൗലോസ് ഇവനെ വിളിച്ചിരിക്കുന്നത് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമെന്നാണ്. വിശുദ്ധ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ ഇവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവന്റെ പേര് എതിർ ക്രിസ്തു എന്നാണ്. ആന്റി ക്രൈസ്റ്റ്. ആന്റി എന്നാൽ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എതിർത്ത് നിൽക്കുന്നവനെന്നാണ്. യേശുവിനോടും അവന്റെ ഉപദേശത്തോടും യേശുവിന്റെ ദൈവികതയോടും എതിർത്ത് നിൽക്കുന്ന ഒരുവൻ എഴുന്നേറ്റ് വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവന്റെ ആഗമനം ലോക ജനതയ്ക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. ഒരു സാത്താന്യ ശക്തിയോടെ ലോകത്തിൽ സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ലോകത്തെ അടക്കി വാഴുവാൻ വരും. ഇന്ന് അതിനുള്ള മുന്നോടിയായ സംഭവങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ആഗമനം ദൂരത്ത് നിന്ന് യോഹന്നാൻ കാണുമ്പോൾ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനുണ്ടായ സ്വർഗീയ ദർശനത്തിൽ ഒരു വെള്ളക്കുതിരയെ യോഹന്നാൻ കാണുകയാണ്. വെള്ളക്കുതിരയുടെ പുറത്ത് ഒരുവൻ വില്ലുമായി പുറപ്പെട്ടു വരുന്നു. പക്ഷേ അവന്റെ കയ്യിൽ അമ്പുണ്ടായിരുന്നില്ല. സമാധാനം സമാധാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് വരുന്നു. ലോക ജനത അവനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമാണ്. ലോകത്തിലെ പ്രഗത്ഭരായ പല രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്തവണ്ണം ഏറ്റവും വലിയ കീറാമുട്ടിയായി കിടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സമാധാന പ്രഖ്യാപനത്തോടുകൂടിയായിരിക്കും അവൻ വരുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ ഇവനെ വിളിച്ചിരിക്കുന്നത് ഉപായിയായ പ്രഭു എന്നും അവസാന കൊമ്പെന്നുമാണ്. സഖറിയാവ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവനെ തുമ്പുകെട്ട ഇടയനെന്നാണ്. വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പല വാക്കുകളിൽ ഇവനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്നാൽ പൗലോസ്ലീഹ പറയുന്നത്, ഒന്ന്, ഇവൻ അധർമ്മമൂർത്തിയാണ്. രണ്ട്, ഇവൻ നാശയോഗ്യനാണ്. അവന്റെ ആഗമനത്തിനായി ലോക ജനത ഇന്ന് സന്തോഷത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവന്റെ ആഗമനത്തിന് മുന്നോടിയായി, അല്ലെങ്കിൽ അവനെ തടഞ്ഞ് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തി ഇന്ന് ലോകത്തിലുണ്ട്. പൗലോസ് പറയുകയാണ്, അധർമ്മമൂർത്തിയുടെ ശക്തി ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. ആരാണ് അവനെ തടയുന്നത്? അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കൊണ്ട് അധർമ്മത്തിന്റെ മൂർത്തിക്ക് വെളിപ്പെടാൻ കഴിയാത്തവണ്ണോ മനുഷ്യ ദൃഷ്ടിക്ക് അവൻ മാറപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ലോകത്തിൽ വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ക്രിസ്തീയ സമൂഹങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ വിഷയമാണ്, ആരായിരിക്കും ഈ എതിർ ക്രിസ്തു? ഇവനൊരു മനുഷ്യനാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ലോകത്തിൽ എവിടെയെങ്കിലും അവൻ ജനിച്ചു കാണുമോ? ലോകത്തിലുള്ള പല പ്രശസ്തരെയും മുൻകാലത്തെ ഇതിനോട് സാമ്യപ്പെടുത്തിയിരുന്നു. ഒരിക്കൽ ജോൺ എഫ് കെന്നഡി ആയിരിക്കും എതിർ ക്രിസ്തു എന്ന പ്രഖ്യാപനം ഉണ്ടായി. ഒരിക്കൽ സദാം ഹുസൈൻ ആയിരിക്കും ഇനി അടുത്ത വരുവാൻ പോകുന്ന എതിർ ക്രിസ്തു എന്നും, പിന്നീട് ഒരിക്കൽ ഗോർബച്ചവാണ് ലോകത്തിൽ വരാൻ പോകുന്ന എതിർ ക്രിസ്തു എന്നും, അടുത്ത കാലത്ത് പാവപ്പെട്ട ഒബാമ ഭരിക്കാൻ കയറിയപ്പോൾ ഇനി ഇങ്ങേരായിരിക്കുമോ എന്നുപോലുള്ള ചോദ്യങ്ങളുണ്ട്. എന്നാൽ ഇതിനൊന്നും വേദപുസ്തകത്തിൽ ഒരു അടിസ്ഥാന ഘടകമില്ല. ഇസ്രായേൽ ജാതിക്കിടയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഇവൻ വരുന്നു എന്ന് വേദപുസ്തക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അല്ലെങ്കിൽ വേദശാസ്ത്രികൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്നു, ഇവനൊരു മനുഷ്യനാണ്, ഇവൻ ഭൂമിയിൽ എവിടെയോ ജനിച്ചിരിക്കുന്നു. മശിഹായുടെ മടങ്ങി വരവിന് ശേഷം ലോക ജനതയെ വശീകരിപ്പാൻ അവൻ പുറപ്പെട്ടു വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ തുമ്പുകെട്ട ഇടയനാണ്, അവൻ അധർമ്മമൂർത്തിയാണ്, അവൻ നാശയോഗ്യനാണ്, അവൻ ഉപായിയായ അവസാനത്തെ പ്രഭുവാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവന്റെ വരവിന്, അല്ലെങ്കിൽ അവന്റെ രംഗപ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നത് പരിശുദ്ധാത്മാവും ദൈവസഭയും ദൈവകൃപയുമാണ്. എന്നാൽ യേശുവിന്റെ വരവിന് ശേഷം, അല്ലെങ്കിൽ ഈ യുഗത്തിന്റെ അന്ത്യത്തിങ്കൽ ഈ അധർമ്മമൂർത്തി ലോകത്തിലേക്ക് വെളിപ്പെടും. യേശു വരും, വിശുദ്ധ സഭയും പരിശുദ്ധാത്മാവ് എടുക്കപ്പെടും. കൃപയുടെ വാതിൽ എന്നേക്കുമായി അടച്ചു പൂട്ടപ്പെടും. കൃപയുടെ വാതിൽ അടങ്ങുകയും പരിശുദ്ധാത്മാവും വിശുദ്ധ സഭയും എടുക്കപ്പെടുമ്പോൾ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുകയും അധർമ്മ
അധർമ്മമൂർത്തി പ്രത്യക്ഷനാകുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിലെ ജനത അല്ലെങ്കിൽ ലോകജാതികൾക്ക് അവനൊരു അത്ഭുത വിഷയമായിരിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവന്റെ രംഗപ്രവേശനത്തിനായി ലോകം ഇന്ന് ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ചിലർ വേദപുസ്തക പണ്ഡിതർ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിനായിരിക്കും. കാര്യം ഇസ്രായേലിലെ ഗോത്രങ്ങളിൽ 1000 ആണ്ട് വാഴ്ചയിൽ 12 ഗോത്രങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ആ ഗോത്രത്തിൽ ദാൻ ഗോത്രത്തെ ഇല്ല. ദാൻ ഗോത്രം വഴിയിൽ ഒരു സർപ്പമായിരിക്കുമെന്നും കുതിരമേൽ കയറി വരുന്നവന്റെ കുതികാലിനെ കടിച്ചു മറിക്കുമെന്നും വളരെയേറിയ വർഷങ്ങൾക്ക് മുൻപ് യാക്കോബ് അവനെ നോക്കി പറഞ്ഞതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിലേക്ക് 1,44,000 ജൂതന്മാരെ മുദ്രയിട്ട് വേർതിരിക്കുന്ന ഗണത്തിൽ ദാൻ എന്നൊരു ഗോത്രത്തെ നാം അവിടെ കാണുന്നില്ല. ആകയാൽ വേദപുസ്തക പണ്ഡിതർക്കിടയിൽ ദാൻ ഗോത്രത്തിൽ നിന്ന് ഒരു ഇസ്രായേലിനായിരിക്കാം ലോകത്തിൽ ഉപായത്തോടെ വെളിപ്പെടുന്നു എന്ന് അവരുടെ ആശയം. എന്നാൽ വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. ഇവനൊരു മനുഷ്യനായിരിക്കുമെന്ന് ബൈബിൾ വളരെ വിശദമായി പറയുന്നു. യോഹന്നാൻ അവനെ കണ്ടപ്പോൾ അവൻ മുദ്രകൾ പൊട്ടിക്കുന്ന ദൂതന്റെ മുൻപിൽ ഇതാ ഒരു വെള്ളക്കുതിര പുറപ്പെട്ടു വരുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരികൾ വായിച്ചാൽ, അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്റെ മേൽ ഇരിക്കുന്നവന്റെ കയ്യിലൊരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. കിരീടം പ്രാപിച്ചവനായി ഒരു വെള്ളക്കുതിരപ്പുറത്ത് ഒരുവൻ യാത്ര ചെയ്തു പോകുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവഴുത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അതിന്റെ മുന്നൊരുക്കങ്ങൾ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വഞ്ചകനായ, അധർമ്മിയായ, നാശയോഗ്യനായ, തുമ്പുകെട്ട ഇടയനായ ഒരു പ്രതിയോഗിയുടെ ആഗമനത്തിനായി ലോകം ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നു. അടുത്ത കാലത്ത് ഞാൻ ഓട്ടോറിക്ഷയില് യാദൃശ്യമായി യാത്ര ചെയ്തു പോകുമ്പോൾ ആ ഓട്ടോ ഡ്രൈവർക്ക് ലോകത്തെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. സംസാര വേളയിൽ എന്നോട് പറയുകയാണ്, പക്ഷേ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ ലോകത്തെ അടക്കി വാഴുന്ന ഒരുവൻ എഴുന്നേറ്റ് വരണം. ഞാൻ ഓർത്ത് നാട്ടുപുറത്ത് കിടക്കുന്ന ഇവന്റെ മനസ്സിലെ ആശയം ഇതാണല്ലോ. അവൻ പറയുന്നത്, ഈ ലോകത്തിലെ പ്രതിസന്ധികൾ അവസാനിപ്പിക്കണമെങ്കിൽ, വർഗീയ കലാപം നൃത്തം ചെയ്യണമെങ്കിൽ, സമ്പൽ സമർത്ഥമായ രാജ്യങ്ങളുടെ സമ്പത്ത് കൊണ്ട് ദാരിദ്ര്യത്തിന് സംരക്ഷണം നൽകണമെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധങ്ങളെ നൃത്തം ചെയ്യണമെങ്കിൽ ലോകം അടക്കി വാഴുന്ന ഒരുവൻ എഴുന്നേറ്റ് വരണം. ഏറ്റവും ചെറിയവന്റെ മനസ്സിലെ ആശയം ലോകം അടക്കി വാഴുന്ന ഒരുവൻ എഴുന്നേറ്റ് വരണം. പൗലോസ് പറയുകയാണ്, ലോകത്തിലെ ജനങ്ങൾക്ക് അവന്റെ ആഗമനം, നാശയോഗ്യനായ മനുഷ്യന് അവന്റെ ആഗമനം വലിയ അത്ഭുതമായിരിക്കും. ഇവിടെ യോഹന്നാൻ കാണുന്നു, വെള്ളക്കുതിരപ്പുറത്ത് ഒരുവൻ പുറപ്പെട്ടു വരുന്നു. അവന് ഒരു കിരീടം ലഭിച്ചു. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, പക്ഷേ അമ്പില്ല. അവൻ ഉപായത്തോടെ യാത്ര ചെയ്ത അവൻ ദേശങ്ങളെല്ലാം കീഴടക്കി അവൻ ലോകത്തെ അടക്കി വാഴും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ ഈ സംഭവം വളരെ വിശദമായി കാണുന്നു. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. തിരുവഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലോകത്തിൽ ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുക്കങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം ഈ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയ്ക്കായിട്ടുള്ള ഒരുക്കമാണ്. ലോക ജനതയെമ്പാടും അതിനായി ഒരുങ്ങുന്നു. രണ്ടാമതായി തിരുവഴുത്തിലേക്ക് നാം കടന്നു വന്നാൽ തളർന്നുടഞ്ഞ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനത്തിനായി ഇന്ന് ലോകത്തിലെ രാഷ്ട്രങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തളർന്നുടഞ്ഞ സാമ്രാജ്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം. വേദപുസ്തക അടിസ്ഥാനത്തിൽ ലോക സാമ്രാജ്യങ്ങളെ കുറിച്ച് നാം ആകമാനം പഠിച്ചാൽ ഈ ലോകത്തെ ആകമാനം അടക്കി വാഴുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ള 7 സാമ്രാജ്യ ശക്തികളുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 7 സാമ്രാജ്യ ശക്തികളെ ഈ ലോകത്തെ അടക്കി വാഴുവാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചിട്ടുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ അത് വളരെ വിശദമായി നമുക്ക് കാണാം. ലോകത്തിൽ പ്രശസ്തമായ രാജ്യങ്ങളും പ്രശസ്തരായ രാജാക്കന്മാരുണ്ടെങ്കിൽ തന്നെയും ഈ ലോകത്തെ ആകമാനം ഒരേ രീതിയിൽ അടക്കി വാഴുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ളത് 7 സാമ്രാജ്യ ശക്തികൾക്കാണ്. അതിലെ 5ാമത്തെ സാമ്രാജ്യത്തിന്റെ കാലത്താണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞകാല ലോക ചരിത്രത്തെ നാം പഠിച്ചാൽ പുരാതന കാലത്ത് തന്നെ ലോകത്തിൽ സാമ്രാജ്യമുണ്ടായിരുന്നു. ലോകത്തിൽ ആദ്യമായി നിലവിൽ വന്ന സാമ്രാജ്യം ആശൂരായിരുന്നു. നിലവെ മഹാനായ ആശൂർ എന്ന ഒരു മഹാനാണ് നിലവെ പണിതുണ്ടാക്കിയത്. തന്റെ സമാന്തരമായി ജീവിച്ച നിമ്രോദ് എന്നൊരു വീരനായിരുന്നു ബാബിലോൺ എന്നൊരു സാമ്രാജ്യം ഉണ്ടാക്കിയത്. ലോകത്തിൽ ഇതുവരെയും
തല ഉയർത്തി നിൽക്കുന്നതിൽ ഏറ്റവും പുരാതനമായ സാമ്രാജ്യ ശക്തികളിൽ ഒന്ന് അത് ബാബിലോൺ സാമ്രാജ്യമായിരുന്നു. മഹാനായ നിമ്രോദാണ് ശീനാർ എന്ന ദേശത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖിലായിരുന്നു ആ സാമ്രാജ്യത്തിന്റെ ഉൽപ്പത്തി. അവിടെ തുടങ്ങി സാമ്രാജ്യ ശക്തികൾ ലോകത്തെ അടക്കി വാഴുവാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവഴുത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ കാലാന്തരത്തിൽ നിനവെ ബാബിലോണിലേക്ക് ലയിച്ചു ചേർന്നു. അങ്ങനെ ബാബേൽ ലോകത്തിൽ പ്രശസ്തമായി. അതേ കാലത്ത് തന്നെ ഇസ്രായേൽ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളൊക്കെയും വളരെ പ്രശസ്തമായിരുന്നു. പുരാതന കാലത്ത് നമ്മുടെ ഭാരതത്തെ കുറിച്ച് ബൈബിൾ പറയുന്നല്ലോ. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹിന്ദുദേശ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഹിന്ദുദേശ് തുടങ്ങി ഇത്യോപ്യ വരെ ഒരു പാർസിയുടെ അല്ലെങ്കിൽ പേർഷ്യൻ ചക്രവർത്തിമാരിൽ ഒരുവൻ വാണിരുന്നു എന്ന് എസ്തേറിന്റെ പുസ്തകം ആരംഭ വരികളിൽ നമുക്ക് കാണാം. മലയാള ബൈബിളുകളിൽ കൊടുത്തിരിക്കുന്നത് ഹിന്ദുദേശ് എന്നാണ്. മൂലവാക്യങ്ങളിലും മറ്റ് ട്രാൻസ്ലേഷൻ ബൈബിളുകളിലും കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ടു ഇത്യോപ്യ എന്നാണ്. ഇന്ത്യ തുടങ്ങി ഇത്യോപ്യ വരെ വാണ ചരിത്രം വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതെല്ലാം ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു. ഇസ്രായേൽ ഒരു പ്രശസ്തമായ രാജ്യമാണ്. BC 900 മഹാനായ ശൗലും അവന്റെ കാലശേഷം ദാവീദും അതിനുശേഷം അവന്റെ സന്തതിയായ ശലോമോനും ഇങ്ങനെ പ്രഗത്ഭരായ പലരും ഇസ്രായേലിൽ വാണിരുന്നു. പുരാതന കാലം തുടങ്ങി തന്നെ ഈജിപ്തിൽ ഫറവോന്മാർ വാണിരുന്നു. എന്നാൽ ഇവരെല്ലാം അവരുടെ രാജ്യങ്ങളെ മാത്രം കീഴടക്കി വാണു. പക്ഷേ ലോകം ആകമാനം അടക്കി വാഴുവാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചിട്ടുള്ള സാമ്രാജ്യ ശക്തികളുടെ കാര്യങ്ങൾ നോക്കിയാൽ ലോകത്തിൽ പ്രശസ്തമായ 7 സാമ്രാജ്യങ്ങൾ ലോകത്തെ അടക്കി വാഴും. അതിലെ ഒന്നാമത്തെ സാമ്രാജ്യം അത് ബാബിലോൺ സാമ്രാജ്യമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നശിച്ചുപോയ സാമ്രാജ്യങ്ങളുടെ പുനഃസ്ഥാപനത്തിനായി ഇന്ന് ലോക രാഷ്ട്രങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ലോകത്തെ അടക്കി വാഴുവാൻ സ്വേച്ഛാധിപതിയായ അധർമ്മമൂർത്തിയായ നാശയോഗ്യനായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിനായി ലോക ജനത ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നാം ഒരു അവസാന നിമിഷത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രവചന വാക്കുകൾ ക്രമമായി ലോകത്തിൽ നിറവേറിക്കൊണ്ടേയിരിക്കുന്നു. തിരുവഴുത്തിലേക്ക് നാം കടന്നു വന്നാൽ ലോകം അടക്കി വാണ സാമ്രാജ്യ ശക്തികളെ നമുക്ക് കാണാം. അതിലൊന്നായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. ഏതാണ്ട് BC 6-ാം ശതകത്തോടനുബന്ധിച്ച ഇസ്രായേലിനെ ആക്രമിച്ച ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ ആക്രമണത്താൽ ഇസ്രായേലിൽ ഒരു വലിയ സമൂഹം പ്രവാസികളായി അടിമകളായി ബാബിലോണിലേക്ക് പോയി. അങ്ങനെ ബാബിലോണിലേക്ക് അടിമയായി പോയ അടിമകളിൽ ഒരുവനായിരുന്നു വിശുദ്ധ ബൈബിളിലെ എഴുത്തുകാരിൽ ഒരുവനായ മഹാനായ ദാനിയേൽ പ്രവാചകനായ ദാനിയേൽ ദൈവഭക്തനായി ദേശത്ത് പാർക്കുമ്പോൾ ദൈവം ഭൂമിയിൽ സംഭവിക്കുന്ന സംഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ ലോക രാഷ്ട്രങ്ങളെ കുറിച്ച് വിശദമായൊരു ദർശനം ദാനിയേലിന് ദൈവം നൽകിയാണ്. അതിന് മുന്നോടിയായി ഏതാണ്ട് 55 വർഷങ്ങൾക്ക് മുൻപേ മഹാനായ നെബൂഖദ്നേസറിനും ഇതുപോലെ ഒരു ദർശനം ഉണ്ടായി. ദാനിയേൽ സാമ്രാജ്യ മൃഗങ്ങളെ കാണുമ്പോൾ നെബൂഖദ്നേസർ സാമ്രാജ്യ ബിംബത്തെ കാണുകയാണ്. മഹാനായ നെബൂഖദ്നേസർ ലോകത്തെ ആകമാനം കീഴടക്കി തന്റെ സാമ്രാജ്യം ലോകത്തിലെമ്പാടും പടർത്തിയിട്ട് താൻ വ്യാകുലനായി. തന്റെ കാലശേഷം ഈ ലോകത്തെ അടക്കി വാഴുന്നത് ആരായിരിക്കും? അല്ലെങ്കിൽ തന്റെ കാലശേഷം ഈ സാമ്രാജ്യത്തിന്റെ ഗതി എന്തായിരിക്കും? വ്യാകുലപ്പെട്ട മനസ്സിന്റെ ഉടമയായി ഉറങ്ങുമ്പോൾ ആ രാത്രിയിൽ സർവശക്തനായ ദൈവം ദൈവിക പദ്ധതി പ്രകാരം ഈ ലോകത്തെ ആര് വാഴണം, ആര് ഭരിക്കണം എന്നുള്ളതിന്റെ ഒരു ശരിയായ രൂപരേഖ ഈ നെബൂഖദ്നേസറിന് കൊടുക്കുകയാണ്. താൻ കണ്ട ആ ദർശനത്തിങ്കൽ സമ്മിശ്രമായ ലോകങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ആ സാമ്രാജ്യ ബിംബത്തിന്റെ കണക്കനുസരിച്ച് ലോകത്തിൽ പ്രശസ്തമായ 7 സാമ്രാജ്യങ്ങൾ വാഴും. അതിൽ ചിലതെല്ലാം കഴിഞ്ഞുപോയി. ഇപ്പോൾ നാം 5-ാമത്തെ സാമ്രാജ്യത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ വരവിന് ശേഷം 6-ാമത്തെ സാമ്രാജ്യമായ യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യം ആരംഭിക്കും. എന്നാൽ 7 വർഷത്തിന് ശേഷം 7-ാമത്തെ സാമ്രാജ്യമായ നമ്മുടെ മശിഹ തമ്പുരാൻ ഭൂമിയിൽ 1000 ആണ്ട് വാഴും. മുൻപേ ഉണ്ടായിരുന്ന ചില സാമ്രാജ്യ ശക്തിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിലൊന്നായിരുന്നു മഹത്തേറിയ ബാബിലോൺ സാമ്രാജ്യം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ മഹാനായ നെബൂഖദ്നേസറിന്റെ ദർശനവും ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പ്രവാചകനായ ദാനിയേലിന്റെ ദർശനവും നമുക്ക് കാണാം. രണ്ടുപേരും 50-55 വർഷം
വർഷത്തിന്റെ ഇടിവിൽ നിന്നുകൊണ്ട് ഈ രംഗം ദർശിക്കുകയാണ്. ദാനിയേൽ കണ്ടപ്പോൾ ഭരണകർത്താക്കന്മാരെ മൃഗതുല്യമായി കണ്ടു. ഇത് ലോകത്തിലെ പല സാമ്രാജ്യങ്ങളുടെയും ചിഹ്നങ്ങൾ, ദേശീയ പതാകയുടെ ചിഹ്നങ്ങൾ, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെയാണ്. റഷ്യയുടെ ചിഹ്നം ചുമന്ന കരടിയായിരുന്നു. ഇംഗ്ലണ്ടുകാരുടെ ചിഹ്നം അലറുന്ന സിംഹമായിരുന്നു. അമേരിക്കക്കാരുടെ ചിഹ്നം പറക്കുന്ന കഴുകനായിരുന്നു. ചൈനക്കാരുടെ ചിഹ്നം ഒരു വിദുര സർപ്പത്തിൻ്റെതായിരുന്നു. ആകയാൽ ഇവയ്ക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തിയെ ദാനിയേൽ മൃഗതുല്യമായി കാണുകയാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ അത് വളരെ വിശദമായി കാണുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകൻ നെബൂഖദ്നേസറിന്റെ ദർശനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ക്രമമായി ലോകത്തെ വാഴുന്ന രാഷ്ട്രങ്ങളെ കുറിച്ച് പറയുന്നു. അതിൽ ഒന്നാമത്തേത് ബാബിലോൺ സാമ്രാജ്യമായിരുന്നു. ഈ സാമ്രാജ്യം നിലവിൽ വരുന്നത് ഏതാണ്ട് BC 606 BC 606 തുടങ്ങി BC 539 വരെ ദീർഘമായ 67 വർഷം ഈ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ദാനിയേൽ ഇവനെ കാണുമ്പോൾ ദാനിയേൽ പറയുകയാണ്, സമുദ്രത്തിൽ ശക്തമായ കാറ്റ് വീശിയടിച്ചു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹതുല്യനായ ഒന്ന് കയറി വരുന്നു. സിംഹത്തിന് തുല്യമായ അല്ലെങ്കിൽ സിംഹം പോലെ ഒരു മൃഗം കയറി വരുന്നു. അതിന് ചിറകുണ്ടായിരുന്നു. അത് കയറി വന്നു. അത് തലപൊക്കി എഴുന്നേറ്റ് നിന്നു. ദൈവം അവന് മനുഷ്യന്റെ ഹൃദയം കൊടുത്തു. ദാനിയേൽ വളരെ വിശദമായി കാണുന്നു. ആരാണ് ഈ സിംഹം? ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ബാബേൽ രാജാവ് വരുന്ന കണ്ടിട്ട് പ്രവാചകനായ യിരെമ്യാവ് ഇങ്ങനെ പ്രവചിച്ചു. അതാ മറുകാട്ടിൽ നിന്ന് സിംഹത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അവൻ അവിടെ അലറി വിളിക്കുന്നു. ആരാണ് ഈ സിംഹം? ഇവനായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. 67 വർഷം അവൻ ലോകത്തിലുണ്ടായിരുന്നു. ഏറ്റവും അത്ഭുതകരമായ ഒരു സാമ്രാജ്യമായിരുന്നു അവന്റേത്. അവൻ കെട്ടിയുണ്ടാക്കിയ കോട്ടകളും അവൻ പണിതുയർത്തിയ പൂങ്കാവനങ്ങളും ഒക്കെ ലോകത്തിൽ ഒരു അത്ഭുത വിഷയമായി. ഏതാണ്ട് 67 വർഷം ഈ സാമ്രാജ്യം ലോകത്തിലുണ്ടായിരുന്നു. മഹാനായ നെബൂഖദ്നേസറാണ് ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയെങ്കിലും അവന്റെ കാലാന്തരത്തിൽ, അവന്റെ കാലങ്ങൾക്ക് ശേഷം അവന്റെ സഹോദരി പുത്രനായ ബേൽശസ്സറിന്റെ കാലത്ത് ഈ സാമ്രാജ്യം നശിച്ചുപോയി. അവന്റെ കാലശേഷം ഈ സിംഹം കയറി വന്ന ശേഷം രണ്ടാമതായി ദാനിയേൽ ദർശിച്ചത് ഒരു കരടിയാണ്. അവന്റെ വായിൽ 3 വാരിയലുണ്ട്. ഒരു കരം ഉയർത്തി പിടിച്ചുകൊണ്ട് അവൻ സമുദ്രത്തിൽ കയറി വരുന്നു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സംഭവം അവിടെ വളരെ വ്യക്തമായി കാണാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ദാനിയേൽ കാണുകയാണ്. 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചു. രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു. അവർ അതിനോട് അടുത്തതായി ദാനിയേൽ ദർശിക്കുമ്പോൾ ഒരു കരടി കയറി വരുന്നു. മൃഗങ്ങളെ ഇങ്ങനെ ക്രമക്രമമായി ദാനിയേൽ കാണുകയാണ്. ആരായിരുന്നു ഈ കരടി? ലോകത്തെ അടക്കി വാണിരുന്ന ലോക സാമ്രാജ്യത്തിലെ 2ാമത്തെ ശക്തിയായ മേദ്യ പാർസിയ സാമ്രാജ്യമായിരുന്നു. ലോകത്തിൽ ദീർഘകാലം വാണിരുന്ന ഈ സാമ്രാജ്യത്തെ കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. ദാനിയേൽ പ്രവാചകൻ തന്റെ പ്രവചന കാലയളവിൽ ദൂരത്ത് നിന്ന് 2ാമത്തെ മൃഗത്തെ ദർശിക്കുന്നു. ഇത് മേദ്യ പാർസിയ സാമ്രാജ്യം ഏതാണ്ട് BC 539 തുടങ്ങി BC 330 വരെ ദീർഘമായ 200 വർഷക്കാലം ലോകത്തെ അടക്കിയാണ് ലോക സാമ്രാജ്യ ശക്തികളിലെ 2ാമത്തെ സാമ്രാജ്യ ശക്തിയായിരുന്നു മേദ്യ പാർസിയ സാമ്രാജ്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശക്തനായ പല രാജാക്കന്മാരും ആ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ദീർഘമായ വർഷത്തിൽ 11 ചക്രവർത്തിമാർ ലോകത്തെ അടക്കി വാണതായി വേദപുസ്തക ചരിത്രങ്ങളും ലോക ചരിത്രങ്ങളും അവനെ കുറിച്ച് പറയുന്നു. 200 വർഷത്തിന് ശേഷമായി അവരുടെ സാമ്രാജ്യം അസ്തമിച്ചു. മൂന്നാമതായി ദാനിയേൽ കണ്ടത് ഒരു പുള്ളിപ്പുലിക്ക് സദൃശ്യമായ ഒരു മൃഗം. 4 തലയും 4 ചിറകുമുള്ള ഒരു പുള്ളിപ്പുലി. വനാന്തര ജീവികളിൽ ഏറ്റവും അതിവേഗം ഓടുന്നതും പ്രതിയോഗിയെ അതിശക്തമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പുള്ളിപ്പുലി സമുദ്രത്തിൽ കയറി വരുന്നത് ദാനിയേൽ ദർശിക്കുകയാണ്. ആരായിരുന്നു ഈ പുള്ളിപ്പുലി? ഇവനായിരുന്നു മഹാനായ അലക്സാണ്ടറാണ് പാർസിയുടെ സാമ്രാജ്യത്തെ അവസാനിപ്പിച്ചത്. പാർസിയുടെ അവസാന ഭരണകർത്താവായ ദാരിയാസ് മൂന്നാമനെ അറബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ അതിശക്തമായ യുദ്ധത്തിലെ പാർസിയുടെ അവസാന രാജാവിനെ കൊന്നുകൊണ്ട് 200 വർഷം ഭൂമിയിൽ നിലനിന്ന പാർസിയുടെ സാമ്രാജ്യം
അങ്ങനെ അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാക്സിഡോണിയയിലെ ഫിലിപ്പിന്റെ ആദ്യ ഭാര്യയായ ഒളിമ്പിയാസിന്റെയും മൂത്ത സന്തതിയായിരുന്നു മഹാനായ അലക്സാണ്ടർ. ഫിലിപ്പിന്റെ ആദ്യ ഭാര്യയായ ഒളിമ്പിയാസിൽ നിന്ന് ഫിലിപ്പിന് ജനിച്ച ആദ്യത്തെ സന്തതിയാണ് മഹാനായ അലക്സാണ്ടർ. ഇവൻ ഗ്രീക്ക് ദേവനായ പിയൂസിന്റെ പിൻഗാമിയായിരുന്നു എന്നാണ് അക്കാലത്തെ ഗ്രീക്കുകാരൊക്കെ ചിന്തിച്ചിരുന്നത്. കാര്യം അത്ര ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. അവന്റെ തുടർന്നുള്ള ജീവിതത്തില് അവന്റെ ആക്രമണ രീതികളൊക്കെ വളരെ അത്ഭുതമായിരുന്നു. എന്നാൽ പല രാജാക്കന്മാരെ കുറിച്ചും ദൈവത്തിന് അതിയായ പദ്ധതി ഉണ്ടായിരുന്നു. പാർസിയിലെ ചില രാജാക്കന്മാരെ കുറിച്ച് നാം നോക്കിയാൽ അവരാരും ഇസ്രായേൽ രാജാക്കന്മാരായിരുന്നില്ലെങ്കിൽ തന്നെയും ദൈവത്തിന് അവരെ കുറിച്ച് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. പാർസി രാജാവായ കോരശ് ജനിക്കുന്നതിന് 170 വർഷങ്ങൾക്കപ്പുറം യെരുശലേമിൽ ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് പാർസിയുടെ രാജാവായ കോരശ് ചരിത്ര ഭാഷയിൽ സൈറസ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും ഇസ്രായേൽ ജാതി ആരാമ്യ ഭാഷയിൽ കോരശ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പാർസിയുടെ ഏറ്റവും ശക്തനായ രാജാവിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചിരുന്നു. പേർഷ്യയിലെ ക്യാമ്പിയാസിന്റെ മകനായി മഹാനായ കോരശ് ജനിച്ചു. അവനെ കൊണ്ടാണ് ബാബേൽ സാമ്രാജ്യത്തെ ദൈവം തകർത്തു കളഞ്ഞത്. അപ്രകാരം തന്നെ ഇപ്പോൾ ഫിലിപ്പിന്റെ സന്തതിയായി മഹാനായ അലക്സാണ്ടർ ജനിക്കുന്നു. അലക്സാണ്ടർ അതിശക്തനായ ഒരു സൈന്യാധിപനായിരുന്നു. അവന്റെ യുദ്ധത്തിന് മുൻപിൽ ആർക്കും നിൽക്കാൻ കഴിഞ്ഞില്ല. തന്റെ 19ാമത്തെ വയസ്സിൽ അവൻ ആക്രമണം ആരംഭിച്ചു. തന്റെ കിരീടാവകാശത്തെ ചൊല്ലിയുണ്ടായ തർക്കത്താൽ സ്വന്തം രാജ്യത്തെ വിട്ട് 30,000-ത്തിലധികം കരസേനയെ അവനൊരു കുതിരകളെയും കൂടെ അവൻ ഇങ്ങനെ ഒരു കപ്പലിൽ യാത്ര ചെയ്ത് ലോക സാമ്രാജ്യങ്ങളെ മുഴുവൻ വെട്ടിപ്പിടിച്ചു. മഹാനായ സോക്രട്ടീസിന്റെ ശിഷ്യനായ അരിസ്റ്റോട്ടായിരുന്നു അലക്സാണ്ടറിന്റെ ഗുരു. നല്ല തത്വജ്ഞാനിയായ അവരുടെ ശിക്ഷണവും ശാസനവും അലക്സാണ്ടറിനെ വലിയ മഹാനാക്കി തീർത്തു. വേദപുസ്തകം അവനെ ദർശിച്ചത് ഒരു പുള്ളിപ്പുലിയോട് സദൃശ്യമാണ്. അവൻ ലോക ജനതയെ ലോക സാമ്രാജ്യങ്ങളെ മുഴുവൻ അവൻ വെട്ടിപ്പിടിച്ചു. ഒരിക്കൽ അവൻ കപ്പലിൽ രാത്രിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവൻ മധ്യധരണി കടലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മഹാസമുദ്രമേ, നീ കരയായിരുന്നുവെങ്കിൽ എന്റെ കാല് നിന്നിൽ ചവിട്ടുമായിരുന്നു, എന്റെ കുതിരയുടെ കുളമ്പ് നിന്നെ ചവിട്ടി മെതിക്കുമായിരുന്നു. മഹത്തേറിയ അവന്റെ ഭരണം ചുരുങ്ങിയ കാലമേ ഉണ്ടായിരുന്നുള്ളൂ. ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ തന്നെ മഹാനായ അലക്സാണ്ടർ മരിച്ചു. അവൻ ഗ്രീസിൽ ജനിച്ചു. ആക്രമണങ്ങൾക്ക് ശേഷം യാത്രാമധ്യത്തിൽ മരിച്ച് ഈജിപ്തിൽ വെച്ച് അവനെ അടക്കം ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മഹത്തേറി അവന്റെ സാമ്രാജ്യം അവിടെ അസ്തമിച്ചു. അതിനുശേഷം അവന്റെ സാമ്രാജ്യ ശക്തികൾ 4 പിരിയുന്നു. ഇതൊക്കെ പല പ്രാവശ്യങ്ങൾ പല സാഹചര്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ഇനി വരുവാൻ പോകുന്ന സാമ്രാജ്യ ശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അല്പമായി ഗ്രഹിക്കേണ്ടതിന് ഞാനിത് മുന്നോടിയായി പറഞ്ഞു എന്നേ ഉള്ളൂ. മഹത്തേറിയ ഒരു ഗ്രീക്ക് സാമ്രാജ്യം അസ്തമിച്ചു. അവന്റെ അസ്തമനത്തിന് ശേഷമായി അവന്റെ സാമ്രാജ്യം 4 വിഭജിച്ചു കൊടുക്കുകയാണ്. അവന്റെ വിശ്വസ്തരായ 4 സൈന്യാധിപന്മാരെ ദാനിയേൽ ദർശിക്കുമ്പോൾ അത് 4 ചെറുകളായിരുന്നു. 4 പേർക്കായി തന്റെ സാമ്രാജ്യം വീതിച്ചു കൊടുത്തു. ലിസിമാക്കസ്, കസാണ്ടർ, ടോളമി, സെലൂക്കിയസ് തുടങ്ങിയ മഹത്തേറിയ സൈന്യാധിപന്മാർക്ക് തന്റെ സാമ്രാജ്യം വീതിച്ചു കൊടുത്തു. പേർഷ്യ ഉൾപ്പെട്ട ഏഷ്യൻ ഭാഗങ്ങളിൽ അന്ത്യോക്യയെ കേന്ദ്രമാക്കിക്കൊണ്ട് സെലൂക്കിയസും, മാക്സിഡോണിയ, ഗ്രീസ് തുടങ്ങിയത് കസാണ്ടറും, അതുപോലെ ത്രയാസ്, മിദ്യാൻ മേഖലകളെ ലിസിമാക്കസും, ഈജിപ്ത്, പാലസ്തീൻ, അറബി മേഖലകളെ അലക്സാന്ദ്രിയയെ കേന്ദ്രമാക്കി ടോളമിയും വാണു. എന്നാൽ കാലാന്തരത്തിൽ 2 രാജാക്കന്മാർ ശക്തിപ്പെടുകയും ശേഷിപ്പുള്ളവർ നശിച്ചു പോവുകയും ചെയ്തു. ഈ അസ്തമനത്തിന്റെ കാലത്ത് ഏറിയ വർഷങ്ങൾക്ക് ശേഷമായി മഹത്തേറിയ റോമൻ സാമ്രാജ്യം ലോകത്തിൽ വന്നു. ദാനിയേലിന്റെ ഭാഷയിൽ ഇരുമ്പ് കല്ലുള്ളതും ചവച്ച് അരച്ച് ചവട്ടി മെതിച്ചു പറയുന്ന ഒരു ക്രൂര മൃഗമായി ഇതാ റോമൻ സാമ്രാജ്യം ലോകത്തിലേക്ക് വന്നു. ഈ റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്താണ് നമ്മുടെ മസിഹ തമ്പുരാനെ ക്രൂശിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ലോകത്തിൽ അതിശക്തമായ ചില സാമ്രാജ്യ ശക്തികൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ ഈ സാമ്രാജ്യ ശക്തികളെല്ലാം അസ്തമിച്ചു പോയി. അങ്ങനെ ഒന്നാമതായി ബാബിലോൺ സാമ്രാജ്യം അസ്തമിച്ചു. രണ്ടാമതായി മേദ്യ പാർസ്യ സാമ്രാജ്യം അസ്തമിച്ചു. മൂന്നാമതായി ഗ്രീസിൽ
ഗ്രീസിന്റെ സാമ്രാജ്യം അസ്തമിച്ചു. നാലാമതായി റോമിന്റെ സാമ്രാജ്യം അസ്തമിച്ചു. അതിനുശേഷമായി ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഇതൊരു സമ്മിശ്ര കാലഘട്ടമാണ്. വ്യത്യസ്ത നിലവാരത്തിലാണ് ഇന്ന് ലോകത്തിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ രാജാക്കന്മാർ വാഴുന്നു, ഇനി ചിലയിടങ്ങളിൽ ജനാധിപത്യം വാഴുന്നു, ഇനി ചിലയിടങ്ങളിൽ പട്ടാള മേധാവികൾ വാഴുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്ന ഒരു മിക്സഡ് ഭരണത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുശേഷം ലോകത്തിൽ വലിയ പ്രശസ്തന്മാരായ പലരും എഴുന്നേറ്റ് വന്നു. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ റോമിലെ പല കൈസർമാരും ശ്രമിച്ചു. പക്ഷേ അവരുടെ ആഗ്രഹമൊന്നും നിലനിന്നില്ല. കാര്യം ദൈവത്തിന്റെ പദ്ധതിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ലോകം മുഴുവനെയും വെട്ടിപ്പിടിക്കുവാൻ യാത്ര തിരിച്ച പ്രഗത്ഭനായ ഒരുവനായിരുന്നു മഹാനായ നെപ്പോളിയൻ. പക്ഷേ നെപ്പോളിയന്റെ കയ്യിൽ ലോകം കീഴടങ്ങിയില്ല. ഒടുവിൽ നെപ്പോളിയൻ ഒരു ഭോഷനെ പോലെ ഹീനനായി ഭീരുവായി അവസാനിക്കേണ്ടി വന്നു. അതിനുശേഷം ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ വെപ്പലോടെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ എഴുന്നേറ്റ് വന്നു. അതിലൊന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുമെന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. ഏതാണ്ട് 800-നോടനുബന്ധിച്ച് ലണ്ടൻ പട്ടണത്തിൽ പാർത്ത കാരൽ മാർക്സ് എന്നൊരു യഹൂദനും ഫ്രെഡി ഏംഗൽസ് എന്നൊരു ജർമ്മൻകാരനും കൂടെ ചേർന്നാണ് കമ്മ്യൂണിസത്തിന്റെ സിദ്ധാന്തങ്ങൾ എഴുതിയുണ്ടാക്കിയത്. എന്നാൽ ആ സിദ്ധാന്തങ്ങൾ ഇതാ റഷ്യയിലേക്ക് പടർന്ന് റഷ്യയിൽ ആധിപത്യം പിടിച്ചു. ഏറിയ വർഷം നിലനിന്നില്ല. റഷ്യയിലെ കമ്മ്യൂണിസം തകർന്നുപോയി. സമാന്തരമായി നാസിസ്റ്റ് പ്രസ്ഥാനവുമായി അഡോൾഫ് ഹിറ്റ്ലർ എന്നൊരു ജർമ്മൻകാരൻ എഴുന്നേറ്റ് വന്നു. പക്ഷേ കാലാന്തരത്തിൽ അവനും അവസാനിച്ചു പോയി. അതോടൊപ്പം തന്നെ ഇറ്റലിക്കാരനായ മുസോളിനി മറ്റൊരു പ്രസ്ഥാനവുമായി ലോകത്തിൽ വന്നു. അവനും കാലാന്തരത്തിൽ അസ്തമിച്ചു പോയി. കാരണം അവരൊന്നും ദൈവിക പദ്ധതിയിൽ ഉൾപ്പെട്ടവരായിരുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഈ വീണുപോയ സാമ്രാജ്യങ്ങൾ വീണ്ടും ലോകത്തിൽ എഴുന്നേറ്റ് വരും. ബൈബിൾ പറയുന്നത് മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്ക് പോകുന്ന ഒരു മൃഗം കയറി വരും. ലോക ജനത ഇന്ന് അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ച നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ പറയുന്നു. യോഹന്നാനോട് ദൈവദൂതൻ പറയാണ്, യോഹന്നാനെ, മുൻപേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതില്ല. എന്നാൽ ഇനി അത് ആഴത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്ക് പോകും. സമുദ്രത്തിൽ നിന്ന് കയറി വന്ന ആഴത്തിലേക്ക് പോകുന്ന ഒരു സാമ്രാജ്യം ലോകത്തിൽ വരും. ലോക ജനത ഇന്ന് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ച ചോദ്യം, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ലോകത്തിൽ ശക്തമായ ഒരുക്കങ്ങൾ നടക്കുന്നല്ലോ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയ്ക്കായി ലോക ജനത ഹൃദയത്തിൽ ആകാംക്ഷയോടെ സന്തോഷത്തോടെ അവനെ സ്വീകരിപ്പാൻ ഒരുങ്ങുന്നു. മറുഭാഗത്ത് തകർന്നുടഞ്ഞ സാമ്രാജ്യം പുനഃസ്ഥാപിക്കണം. പക്ഷേ അത് സ്ഥാപിക്കപ്പെടും. മുൻപേ ഉള്ളതും നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നു. ആരാണ് ഈ മൃഗം? അവൻ ലോകത്തിലേക്ക് വരും. അവൻ ചുരുങ്ങിയ ഒരു കാലം ലോകത്തെ ഭരിക്കും. പ്രവാചകനോട് യോഹന്നാനോട് ദൈവം പറയുന്നത്, മുൻപേ ഇവൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവനില്ല. യോഹന്നാന്റെ കാലത്ത് ഇവനില്ല, പക്ഷേ ഇവൻ കയറി വരും. ആരാണ് ഇവൻ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ഇവനെ കാണുന്നു. മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്നവൻ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരികൾ വായിച്ച അപ്പോൾ 10 കൊമ്പും ശ്രദ്ധിക്കുക. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അടുത്തത്, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ്. അതിന്റെ കാൽ കരടിയുടെ കാലാണ്. അതിന്റെ വായ് സിംഹത്തിന്റെ വായാണ്. ആ വാക്കുകളെ ശ്രദ്ധിച്ചാൽ മുൻപേ ഉണ്ടായിരുന്ന 4 സാമ്രാജ്യ ശക്തികളെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഒന്നായി കാണുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മൃഗം കയറി വരുന്നു. അതിന്റെ ശരീരം പുള്ളിപ്പുലിയുടെ ശരീരമാണ്. ആരാണ് ഈ പുള്ളിപ്പുലി? അത് ഗ്രീസിന്റെ ഭരണമാണ്. മഹത്തേറിയ അലക്സാണ്ടറിന്റെ ഗ്രീസിന്റെ പിന്നിൽ പ്രവർത്തിച്ച പൈശാചിക ശക്തികൾ
സിംഹത്തിന്റെ തല സിംഹത്തിന്റെ തലയായിരിക്കും. ആരാണ് ഈ സിംഹം? ഇതാണ് ബാബിലോൺ സാമ്രാജ്യം. മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും ആഴത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്ന ഒരു മൃഗം. മുൻപേ ഉണ്ടായിരുന്ന 4 സാമ്രാജ്യ ശക്തികൾ ചേർന്ന, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പൈശാചികമായ 4 ശക്തികൾ ചേർന്ന ഈ ലോകത്തെ അടക്കി വാഴുവാൻ ഒരു ഏക ലോക ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക സാമ്രാജ്യം ഈ ഭൂമിയിൽ എഴുന്നേറ്റ് വരും. വിശുദ്ധ ബൈബിൾ അത് വളരെ വ്യക്തമായി പറയുന്നു. ലോകത്തിൽ ഇന്ന് അതിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തകർന്നുടഞ്ഞ സാമ്രാജ്യം. യോഹന്നാനെ, നീ കണ്ട മൃഗമോ അത് മുൻപേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. മുൻപേ ഉണ്ടായിരുന്ന 4 സാമ്രാജ്യങ്ങൾ, ബാബിലോൺ സിംഹത്തെയും കരണി മേദ്യാപാസയും അതുപോലെ പുള്ളിപ്പുലി ഗ്രീസിനെയും ക്രൂരമൃഗം റോമൻ സാമ്രാജ്യത്തെയും കാണിക്കുന്നു. അവയെല്ലാം ഒരു കാലത്ത് ലോകത്തിൽ ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ അവർ നശിച്ചുപോയി. എന്നാൽ വീണ്ടും അവ എഴുന്നേറ്റ് വരും. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവവികാസങ്ങളിലൊന്ന് തകർന്ന സാമ്രാജ്യത്തിന്റെ ആഗമനമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ലോകത്തിൽ യൂറോപ്യൻ യൂണിയൻ എന്ന ഒരു പ്രസ്ഥാനം എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ എന്ന പ്രസ്ഥാനം ഇന്ന് ലോകത്തിൽ വളരെ ശക്തമായി പിടിച്ചിരിക്കുന്നു. യൂറോപ്പിലെ 15 രാജ്യങ്ങൾ അതിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില രാജ്യങ്ങൾ അവയെ വിട്ടുപോകേണ്ടി വരും. 15 രാജ്യങ്ങൾ ആ സംഘടനയിൽ ഉണ്ടെങ്കിൽ തന്നെയും അവയിൽ 5 രാജ്യങ്ങൾ ഒഴിഞ്ഞു പോകും. ഇപ്പോൾ 3 രാജ്യങ്ങൾ യൂറോ അംഗീകരിക്കാതെ അവരുടെ സ്വന്തം നാണയത്തിൽ നിലനിൽക്കുന്നു. എന്നാൽ ശേഷിപ്പുള്ളതിൽ 2 രാജ്യങ്ങളെ കൂടെ ഇത് നീക്കിക്കളയും. തുടർന്ന് 10 രാജ്യങ്ങൾ ലോകത്തെ അടക്കി വാഴും. യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന പ്രസ്ഥാനം ലോകത്തിൽ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. 10 രാജാക്കന്മാർ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലും ഇവരെ കുറിച്ച് പറയുന്നു. ഈ 10 രാജാക്കന്മാർ ആരാകുന്നു യജമാനനെന്ന് യോഹന്നാൻ ദൈവദൂതനോട് ചോദിക്കുമ്പോൾ യോഹന്നാനോട് ദൈവദൂതൻ പറയുന്നു, ഈ 10 രാജാക്കന്മാർ ലോകത്തെ വാഴുവാനുള്ളവരാണ്. അവർ ചുരുങ്ങിയ ഒരു കാലം വാഴും. അവർക്കിടയിൽ നിന്ന് മറ്റൊരു കൊമ്പ് മുളച്ചു വരും. അവൻ ദൈവദൂഷണം സംസാരിച്ച് വിശുദ്ധന്മാർക്കെതിരെ യുദ്ധത്തിനായി പുറപ്പെടും. അവനാണ് ലോകത്തിൽ വരുവാൻ പോകുന്ന ക്രൂരനായ യേശുക്രിസ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തെ അടക്കി വാഴുന്ന സാമ്രാജ്യ ശക്തിക്കിടയിൽ നിന്ന് വേണം അധർമ്മമൂർത്തിയായവൻ എഴുന്നേറ്റ് വരുവാൻ. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഈ 10 കൊമ്പുകൾ ആരാകുന്നു എന്ന് ചോദിച്ചാറേ നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ അവർ ഇതുവരെയും രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് ശ്രദ്ധിക്കുക. മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി സമുദ്രത്തിൽ നിന്ന് കയറി നാശത്തിൽ നിന്ന് കയറി അകാലത്തിലേക്ക് പോകുന്ന മൃഗത്തോട് ചേർന്ന് ഭരിക്കുന്ന 10 രാജാക്കന്മാർ. ഇവിടെ ചോദിക്കുന്നു, യജമാനനെ ഈ 10 രാജാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാറേ ലോകത്തെ വാഴുന്ന 10 രാജാക്കന്മാർ. ലോക ജനത അതിന് സന്തോഷമായി ഒരുക്കങ്ങൾ നടക്കുന്നു. യൂറോപ്യൻ യൂണിയൻ എന്ന വലിയ സംഘടന ലോകത്തിന്റെ മേൽ ആധിപത്യം പിടിക്കുന്നു. യൂറോ എന്ന നാണയം, അല്ലെങ്കിൽ ഒരേ പേരുകൾ, ഒരേ പാസ്പോർട്ട്, ഒരേ വിസ, ഒരേ രീതിയിലുള്ള നീക്കങ്ങൾ ഇന്ന് യൂറോപ്പിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് അതിന്റെ മുന്നോടി? ലോകത്തെ അടക്കി വാഴുന്ന സാമ്രാജ്യ ശക്തിയുടെ ആഗമനത്തിനായി ലോകം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തിന്റെ വാക്കുകൾ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു എതിർ ക്രിസ്തുവിന്റെ ആഗമനത്തിനായി ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. തകർന്നുടഞ്ഞതും ഇപ്പോൾ നിലവിലില്ലാത്തതും ഇനിയും ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതുമായ ഒരു സാമ്രാജ്യ ശക്തിയും അതിന്റെ പിന്നിൽ ലോകത്തെ വാഴുന്ന 10 രാജാക്കന്മാരെ കുറിച്ചും ഇതാ പ്രവാചകനായ യോഹന്നാൻ ദൂരത്ത് നിന്ന് ദർശിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർ ചുരുങ്ങിയ ഒരു കാലം ലോകത്തിൽ വാഴും. അവരുടെ വാഴ്ചയുടെ കാലഘട്ടം കേവലം 7 വർഷക്കാലമായിരിക്കും. ഈ 7 വർഷക്കാലമാണ് ദൈവത്തിന്റെ ക്രോധം. ദാനിയേൽ പ്രവാചകൻ പറയുന്നു, ഇതിലേക്ക് 2600 വർഷങ്ങൾക്കപ്പുറം ഇറാഖിലേക്ക് അടിമയായി പോയ ദാനിയേൽ എന്ന യഹൂദ പ്രവാചകൻ പറയുകയാണ്, ലോകത്തിൽ മനുഷ്യനുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടമെന്നുണ്ടാകും. വായിച്ചാട്ടെ. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. ദാനിയേൽ
എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകനായ ആമോസ് ഈ ദുരിത ദിനത്തെ നോക്കിക്കൊണ്ട് പറയുന്നല്ലോ. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പ്രവാചകനായ ആമോസ് പറയുന്നു, ഭയങ്കരമായൊരു ദിനം വരുന്നു, അത് വെളിച്ചമല്ല, അത് ഇരുളത്രേ. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. യഹോവയുടെ ക്രോധത്തിന്റെ ദിനം വരുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ ദൈവത്തിന്റെ ക്രോധ കലശം ഭൂമിയിൽ ഒഴിക്കുവാൻ സ്വർഗത്തിൽ ഒരുക്കമായി നിൽക്കുന്നു. ഭൂമിയിൽ കർത്താവിന്റെ സഭ ഇരിക്കുന്നത് കൊണ്ട് അതിന് സ്വർഗം അനുവദിക്കുന്നില്ല. കൃപയുടെ വാതിലടകയും പരിശുദ്ധാത്മാവും ദൈവസഭ എടുക്കപ്പെട്ട ശേഷം അധർമ്മമൂർത്തിയായ സാത്താൻ, അധർമ്മമൂർത്തിയായ എതിർ ക്രിസ്തു ലോകത്തെ വാഴുമ്പോൾ ദൈവത്തിന്റെ ക്രോധം ഭൂമിയിൽ പതിയുകൊണ്ടേയിരിക്കും. 7 വർഷം 3 ഘട്ടങ്ങളായി ദൈവക്രോധം പതിയും. 1-ാം ഘട്ടത്തിൽ 7 മുദ്രകളായും, 2-ാം ഘട്ടത്തിൽ 7 കാഹളങ്ങളായും, 3-ാം ഘട്ടത്തിൽ 7 കലശങ്ങളായും യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്. ദാനിയേൽ ഇത് കണ്ടിട്ട് പറയുന്നു, മനുഷ്യജാതി ഭൂമിയിൽ വാസം തുടങ്ങിയ കാലം തുടങ്ങി ഇന്നുവരെ ഉണ്ടാകാത്ത ഏറ്റവും വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. ലോകത്തിൽ ആർക്കും നിലനിൽപ്പാൻ കഴിയാത്ത വണ്ണമുള്ള ഭീകരമായ കഷ്ടമുണ്ടാകും. പ്രവാചകനായ ഹബക്കൂക്ക് ഈ ദിവസത്തെ നോക്കിയിട്ട് പറയുന്നു, യഹോവയുടെ ക്രോധത്തിന്റെ ദിവസം എന്നാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചാൽ, ക്രോധത്തോടെ ജാതികളെ മെതിക്കുന്നു. അതിനാൽ യഹോവയുടെ ക്രോധത്തിന്റെ ഒരു ദിനമുണ്ട്. യേശു ലോകത്തിലിരിക്കുമ്പോൾ പറഞ്ഞു, അവന്റെ പ്രസാദ വർഷവും അവന്റെ പ്രതികാര ദിവസവും അറിയിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. മഹത്തുക്കളും സഹസ്രാധിപന്മാരും ബലവാന്മാരും സകല ദാസരും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിൽ ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പി. അവരുടെ മഹാകോപ ദിവസം വന്നു. ദൈവത്തിന്റെ ക്രോധത്തിന്റെ ദിവസമുണ്ട്. ഭൂമിയെ അടക്കി വാഴുന്ന സ്വേച്ഛാധിപതിയായ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഈ ഭൂമിയിൽ ദൈവം തന്റെ ക്രോധത്തിന്റെ കലശമൊഴിക്കും. ആർക്കും സഹിച്ചുകൂടാത്ത ദിനം. ദാനിയേൽ പറയുന്നു, മനുഷ്യനുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടം അന്നുണ്ടാകും. ആമോസ് പറയുന്നു, ആ ദിനം വെളിച്ചമല്ല, ഇരുളത്രേ. വീണ്ടും പ്രവാചകനായ സെഫന്യാവ് അതിനെക്കുറിച്ച് പറയുന്നത്, സെഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും അതിന്റെ 18-ാം വാക്യത്തിലും വായിക്കുമ്പോൾ സെഫന്യാവ് ആ ദിവസത്തെ നോക്കുന്നു. ദിവസം വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കോ പൊന്നിനോ യഹോവയുടെ ക്രോധ ദിവസത്തിൽ ഭൂമിയിൽ ഓടി ഒളിക്കുവാൻ മനുഷ്യനിട ഉണ്ടായിരിക്കത്തില്ല. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ധനവാന്മാരും ദരിദ്രന്മാരും മലകളിലും പാറകളിലും ഗുഹകളിലും ഒളിച്ചുകൊണ്ട്, മലകളെ പാറകളെ നിങ്ങൾ ഞങ്ങളെ മുഴുവൻ, കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നു, അവന്റെ മുൻപിൽ നിൽക്കും. പ്രവാചകൻ പറയുന്നു, യഹോവയുടെ ക്രോധ ദിനത്തിങ്കൽ നിന്റെ വെള്ളിക്കോ നിന്റെ പൊന്നിനോ നിന്റെ സമ്പാദ്യത്തിലോ നിനക്ക് ഒളിപ്പാൻ ഇടം കണ്ടെത്തുവാൻ കഴിയത്തില്ല. ആകയാൽ യഹോവയുടെ ഒരു ക്രോധ ദിവസം വരുന്നു. ദൈവം അനുവദിച്ചാലുടനെ സ്വർഗീയ ദൂതന്മാർ ക്രോധത്തിന്റെ കലശങ്ങൾ ഭൂമിയിൽ ഒഴിക്കും. ഒന്നാമത് ഭൂമിയുടെ മേൽ പതിച്ച ഭൂമിയിലെ ജനതയ്ക്ക് നാശം സംഭവിക്കും. രണ്ടാമതായി ആകാശത്തിൽ ഒഴിച്ചാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് ക്ഷതം സംഭവിക്കും. മൂന്നാമതായി ഭൂമിയുടെ മേലുള്ള പ്രപഞ്ച സൃഷ്ടികളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ ക്രോധ കലശം ഒഴിക്കും. ആകയാൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം വരുന്നു. പ്രവാചകനായ മലാക്കി ആ ദിവസത്തെ നോക്കി പറഞ്ഞത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയായി പോകും. കൊമ്പും വേരും ശേഷിക്കാതെ
ശിക്ഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുന്ന ന്യായവിധിയുടെ ഒരു ദിനം വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കിടങ്ങും ഭൂമി കീറും. 5.4 സെക്കൻഡ് ഭൂമി എന്ന് വിറച്ചപ്പോഴത്തേക്കിന് മഹാന്മാരെയൊക്കെ ഓട്ടം കാണണമായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ പരിഹരിപ്പിച്ച മണിമന്ദിരങ്ങളൊക്കെ വിട്ട് തെരുവിനായപ്പോൾ ആ മനുഷ്യൻ ഓടിയത്. ഭൂമി കിടുകിടക്കിടങ്ങാൻ പോവുകയാണ്. യെശയ്യാപ്രവചനം 24 വരുമ്പോൾ ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ പതിച്ചിട്ട് താങ്ങാൻ ശേഷിയില്ലാതെ ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു ദുരിതമുണ്ട്. ഭൂമി കിടുകിടക്കിടുങ്ങും, ഭൂമി കീറും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാറുന്ന പോലെയാടും. മനുഷ്യന്റെ അകൃത്യം ഹേതുവായി ദൈവത്തിന്റെ ക്രോധത്താൽ ഭൂമി വീണുപോകും. അതിന് തിരിച്ചെഴുന്നേൽപ്പാൻ കഴിയത്തില്ല. അത്രമാത്രമുള്ള ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയുടെ മേൽ വരാൻ പോവുകയാണ്. സൂര്യന്റെ അവസ്ഥയെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നല്ലോ, സൂര്യൻ കരിമ്പടം പോലെ ആയിത്തീരും. 9,30,00,000 മൈൽ അകലത്തില് സെക്കൻഡിൽ 60 ലക്ഷം ടൺ ഇന്ധനത്തിൽ 1,50,00,000 ഡിഗ്രി ചൂടിലാണ് നമ്മുടെ സൂര്യൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡിൽ 1,86,000 മൈൽ വേഗതയിൽ യാത്ര ചെയ്തിട്ടാണ് പ്രകാശരശ്മി നമ്മുടെ അടുക്കൽ വരുന്നത്. ഈ സൂര്യനെ കത്തിക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. എന്നാൽ ദൈവത്തിന്റെ ക്രോധം വരുമ്പോൾ ഭൂമി സൂര്യൻ കരിമ്പടമാകും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മുദ്രകൾ പൊട്ടിക്കുന്ന സാഹചര്യത്തിന് ദൈവിക മുദ്ര പൊട്ടിച്ച ദൈവക്രോധം പകരുമ്പോൾ ആകാശത്തിലെ സൂര്യൻ കരിമ്പടം പൊടിയായി, ചന്ദ്രൻ രക്തതുല്യമായി, നക്ഷത്രങ്ങൾ വീഴുന്നത് അത്തിക്ക പഴുത്ത് കിടക്കുമ്പോൾ അതിങ്ങനെ പിടിച്ചുകുലുക്കിയാൽ വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴും. സമുദ്രത്തിൽ ദൈവത്തിന്റെ ക്രോധം പകരും. നമ്മുടെ സമുദ്രവും ജലതടാകങ്ങളെല്ലാം രക്തതുല്യമാകും. ആകാശത്തിന്റെ ശക്തി ഇളകിപ്പോകും. ഭൂമി കിടുകിട നിന്ന് വിറയ്ക്കും. ഭയങ്കരമായ ക്ഷാമം ഉണ്ടാകും. മനുഷ്യർ തമ്മിൽ കൊല്ലേണ്ടി വരും. മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്തമുള്ള ശക്തമായ പകർച്ചവ്യാധി ഉണ്ടാകും. അവിടെ നാം വായിക്കുന്നല്ലോ, ദൈവത്തിന്റെ ക്രോധത്തിന്റെ കലശം ഒഴിച്ചപ്പോൾ മനുഷ്യർക്ക് മഹാ ദുർവ്രണം ഉണ്ടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ന്യായവിധിക്കായി ലോകം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നു. ലോകത്തിലെ ഒരുക്കങ്ങളൊക്കെയും നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമതായി തകർന്നുടഞ്ഞ സാമ്രാജ്യം മടങ്ങി വരുവാൻ വയസ്സനായ ഒരു സിംഹം ജടകുടഞ്ഞ് എഴുന്നേൽക്കും പോലെ തകർന്നുടഞ്ഞ സാമ്രാജ്യം മടങ്ങി വരുവാൻ വെമ്പൽ കൊള്ളുന്നു. ലോക ജനതയെ ആഹ്വാനം വശീകരിച്ച് സമാധാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധർമ്മമൂർത്തിയായ അല്ലെങ്കിൽ ദജാൽ എന്ന വഞ്ചകൻ എഴുന്നേറ്റ് വരുവാൻ ലോക ജനത ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ ക്രോധത്തിന്റെ മുദ്രകളെ പൊട്ടിച്ച് കോപത്തിന്റെ കാഹളങ്ങളെ ഊതി ക്രോധ കലശം ഭൂമിയിൽ ഒഴിച്ച് ന്യായവിധി നടത്തുവാൻ ഒരുക്കമായിരിക്കുന്നു. മറുഭാഗത്തിൽ നമുക്ക് ശാസ്ത്രത്തെ ഒന്ന് നോക്കാം. ശാസ്ത്രം ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. സകല മനുഷ്യന്റെ കൈമേലോ നെറ്റിമേലോ മുദ്ര കുത്താൻ ലോകം പരുക്കം പായുകയാണ്. ഒരു കാലത്ത് ഇതൊക്കെ വലിയ അത്ഭുതമായിരുന്നു. പള്ളിക്കുളത്തിന്റെ തീന കാണാത്ത ദരിദ്രനായ കടലോരവാസിയായ മുഖ്യനായ യോഹന്നാൻ ആത്മഹേമ ഉണ്ടായപ്പോൾ പരിശുദ്ധാത്മാവിൽ അദ്ദേഹം എഴുതി. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ അവസാന വരികളിൽ കൈമേലോ നെറ്റിമേലോ മുദ്രയില്ലാത്ത ഒരുവന് വാങ്ങാനോ വിൽക്കാനോ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഒരു 10 കൊല്ലത്തിനപ്പുറം ഇതാരും അംഗീകരിച്ചിരുന്നില്ല. എടാ, ഇതെന്തൊരു സംഭവമാണെന്ന്. എന്നാൽ അമേരിക്കയിലെ മോട്ടോറോ എന്നൊരു കമ്പനി ഓസ്ട്രേലിയയിലെ ഒരു ശാസ്ത്രജ്ഞന്റെ കീഴിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി. ഇപ്പോൾ ഏറ്റവും ചെറിയ ചിപ്സ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഏറ്റവും ചെറിയ ഒരു നെല്ലരിയുടെ വലുപ്പമുള്ള ഏതാണ്ട് 0.3 പോയിന്റ് മാത്രമുള്ള ഏറ്റവും ചെറിയ ചിപ്സ്, അത് നമ്മുടെ കൈക്കുള്ളിൽ സ്റ്റോക്ക് ചെയ്താൽ ഏതാണ്ട് 3000-ലധികം ഡിജിറ്റൽ വാക്കുകൾ നമുക്ക് അതിന്റെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്യാം. ഇത് കണ്ടെത്തിയത് വളരെ സന്തോഷത്തോടെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. അമേരിക്കയിലെ പല കുടുംബങ്ങളും സ്വീകരിച്ചതായിട്ട് അടുത്ത കാലത്ത് ഞാനൊരു ബുക്കിൽ വായിച്ചു. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യയിലെ 24ഓളം രാജ്യങ്ങൾ നമ്മൾ ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. 2024 മുൻപ് ഇന്ത്യയിലെ എല്ലാവരുടെയും കൈമേലോ നെറ്റിമേലോ കിട്ടും. ഇത് യാദൃശ്യമാണ് നമ്മൾ ചിന്തിച്ചേക്കാം. പേപ്പറുകളിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? ലോകത്തിന് വലിയ അത്ഭുതമാണ്. പിന്നെ നമ്മൾ റെക്കോർഡുകളൊന്നും കൊണ്ട് നടക്കേണ്ട, ഐഡന്റിറ്റി ആയിട്ട് ഒന്നും തന്നെ സൂക്ഷിക്കേണ്ട. നമ്മുടെ പാസ്പോർട്ടുകളോ അതുപോലെ നമ്മുടെ റേഷൻ കാർഡുകളോ നമ്മുടെ ഇലക്ഷൻ കാർഡുകളോ ഒന്നും വേണ്ട. ഇതിനെ നമ്മുടെ കൈക്കുള്ളിലോട്ട് കയറ്റി വെച്ചാലേ നമ്മൾ ലോകത്തിൽ എവിടെ ഇരിക്കുന്നു എന്ന് ഒറ്റ സെക്കൻഡിനുള്ളിൽ കമ്പ്യൂട്ടർ പറയും. ലോകത്തിലെ ജനങ്ങൾക്ക് അത് ഭയങ്കര
സന്തോഷമാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈമേലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാൽ ഇപ്പോൾ എവിടെയാണ് അല്ലെങ്കിൽ അവർ എവിടെയായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് അറിയാം. ലോകത്തിൽ തമ്മിൽ അറിയുവാൻ, ഏറ്റവും ലോകത്തെ ചുരുക്കുവാൻ, സന്തോഷത്തോടെ ലോക ജനത കൈമേലോ നെറ്റിമേലോ മുദ്രയേൽക്കുവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതൊരു യാദൃച്ഛിക സംഭവമല്ല, ഇത് തിരുവെഴുത്തിന്റെ പ്രവചനമാണ്. ഈ ലോകത്തില് സ്വേച്ഛാധിപതിയായ അധർമ്മമൂർത്തിയായ ഏത് ക്രിസ്തു ലോകത്തെ വാഴുമ്പോൾ കൈമേലോ നെറ്റിമേലോ മുദ്രയേൽക്കാത്ത ഒരുവന് വാങ്ങാനോ വിൽക്കാനോ സാധ്യമല്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ആകാശോടി മറിയും, ഭൂമി നീങ്ങിപ്പോകും, തിരുവെഴുത്തിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളിൽ ഹല്ലേലൂയ പറഞ്ഞിട്ട് ലോക ജനത ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അമേരിക്കയിലുള്ള നമ്മുടെ പല പുള്ളികളും ഇതിന് വളരെ താല്പര്യം കാണിക്കുകയാണ്. ഒരാളിനെ അമേരിക്കയിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, ചില എന്ത് സൗകര്യമാണെന്ന് അറിയാമോ, നമ്മൾ ഈ പാണ്ടക്കെട്ടെല്ലാം കൂടെ കെട്ടിപ്പെറുക്കി ഒന്നും കൊണ്ടു നടക്കേണ്ട, ബാങ്കിൽ ചെന്നാൽ മതി. നാം സ്റ്റെപ്പ് എടുത്ത് ബാങ്കിന്റെ ഉള്ളിൽ വെക്കുമ്പോൾ സകല റിക്കാർഡും അവിടെ തെളിയും. ഇത് യാദൃശ്യമല്ല പ്രിയമുള്ളവരെ. സിലിക്കൺ മൈക്രോചിപ്സ് മോട്ടോറ കമ്പനി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അത് റിസർച്ച് നടത്തി ലോക ജനതയുടെ നെറ്റിമേലോ കൈമേലോ അടിച്ചേൽപ്പിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ വിശുദ്ധ ബൈബിളിന്റെ നിവൃത്തിയാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ അവസാന വരികളിൽ വരുമ്പോൾ അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. മനുഷ്യന്റെ സംഖ്യയോ അവന്റെ പേരിന്റെ അർത്ഥമായിരിക്കുന്ന 666 എന്ന സംഖ്യ ഏൽക്കാത്തവന് വാങ്ങാനോ വിൽക്കാനോ സാധ്യമല്ല. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗ്രഹിക്കട്ടെ. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗ്രഹിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ്, വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ സാധ്യമല്ല. ആകയാൽ ഈ ഭൂമിയിലെ സകല രംഗങ്ങളിലും, നിങ്ങളുടെ ബിസിനസ് രംഗങ്ങളിലായാലും, നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയായാലും, നിങ്ങളുടെ ബാങ്ക് ഇടപാടുകളായാലും, നിങ്ങളുടെ വസ്തു ബിസിനസ്സുകളായാലും, എല്ലാത്തിനും ആവശ്യം ഈ മുദ്രയാണ്. കൈമേലോ നെറ്റിമേലോ ഏൽക്കണം. കാര്യം മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ഊഷ്മാവുള്ളത് അവന്റെ വലുത് കൈമേലും അവന്റെ നെറ്റിമേലുമാണ്. വളരെ ചെറിയ ഒരു നെല്ലരിയേക്കാൾ ചെറിയ ഈ മൈക്രോചിപ്സ് അവൻ സിറിഞ്ച് മുഖാന്തരം നമ്മുടെ നെറ്റിക്കുള്ളിൽ തൊലിക്കുള്ളിൽ കടത്തിയാൽ ഇത് ആർക്കും നേരിട്ട് കാണാൻ കഴിയത്തില്ല. പക്ഷേ സകല ഡീറ്റെയിൽസും അതിലുണ്ട്. ഇത് യാദൃശ്യമല്ല. പ്രിയമുള്ളവരെ, യേശു വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ലോകത്തിൽ ശക്തമായ ഒരുക്കങ്ങൾ നടക്കുന്നല്ലോ. തകർന്ന സാമ്രാജ്യം മടങ്ങി വന്ന് ലോകത്തെ വാഴുവാൻ അവർ ഒരുങ്ങുന്നല്ലോ. ഉപായം പ്രയോഗിച്ച് മാനവരാശിയെ വഞ്ചിച്ചുകൊണ്ട് തന്റെ സാമ്രാജ്യത്തെ സ്ഥാപിക്കുവാൻ അധർമ്മമൂർത്തി എഴുന്നേറ്റ് വരുന്നല്ലോ. ശാസ്ത്രലോകത്തെ നോക്കുകയും സകല ജനങ്ങളുടെ നെറ്റിമേലോ കൈമേലോ മുദ്ര കുത്തിക്കൊണ്ട് ശാസ്ത്രം ലോകത്തിൽ അവന്റെ തല ഉയർത്തുവാൻ വേമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ലോകം ഒരു അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഉടനെ ക്രോധത്തിന്റെ കലശങ്ങൾ ഭൂമിയിലേക്ക് ചൊരിയുവാൻ തുടങ്ങും. ലോകത്തിൽ ഇതുവരെയും മനുഷ്യനുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടം ആ ദിനങ്ങളിൽ ഉണ്ടാകും. ദൈവക്രോധത്തിന്റെ ദിനത്തിങ്കൽ നിങ്ങൾക്ക് എങ്ങനെ ഓടി ഒളിക്കാം? ഭൂമിയിൽ ഇടം കിട്ടത്തില്ല. വെള്ളിക്ക് പൊന്നിനോ നിങ്ങളുടെ റബ്ബർ എസ്റ്റേറ്റുകൾക്കോ നിങ്ങളുടെ മണിമന്ദിരങ്ങൾക്കോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾക്കോ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന പൊന്നിനോ വെള്ളിക്കോ ആ ദിനത്തിൽ നിങ്ങളെ രക്ഷിപ്പാൻ സാധ്യമല്ല. ദൈവക്രോധത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഓടി ഒളിക്കാം? സെഫന്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ സെഫന്യാവ് പറയുന്നല്ലോ. സെഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചാൽ, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ. ദൈവത്തെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ഒരുവൻ എവിടെ ഓടി ഒളിക്കാം? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ, രാജാക്കന്മാരും പ്രമുഖന്മാരും ധനവാന്മാരും ദരിദ്രന്മാരും ഒരുപോലെ നിലവിളിക്കുന്നു, മലകളെ പാറകളെ കുണ്ടുകളെ നിങ്ങൾ വന്ന് ഞങ്ങളെ മൂടുവീൻ. ഓടി ഒളിപ്പാൻ ഭൂതലത്തിലിടമില്ല. വെള്ളിക്കും പൊന്നിനും സഹായിപ്പാൻ സാധ്യമല്ല. മനുഷ്യവർഗം
പോലും ദൈവത്തിന്റെ ക്രോധങ്ങൾ 7 വർഷക്കാലം 3 ഘട്ടങ്ങളായി ഭൂമിയുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പ്രപഞ്ചത്തിന് ക്ഷതം വരും, ഈ മൃഗജാലങ്ങൾക്ക് ക്ഷതം വരും, ഈ പ്രകൃതിയുടെ എല്ലാ സൃഷ്ടികൾക്കും ക്ഷതം വരുമാറ് ദൈവത്തിന്റെ ക്രോധം ഭൂമിയിലേക്ക് ചൊരിയും. ആ ദിനത്തിൽ നിങ്ങൾക്ക് എവിടെ ഓടി ഒളിക്കാം, എവിടേക്ക് നിങ്ങൾക്ക് പോയി മറയാം? ഇവിടെ പറയുന്നു, യഹോവയെ അന്വേഷിപ്പി, നീതി അന്വേഷിപ്പി, സൗമ്യത അന്വേഷിപ്പി, എന്നാൽ ക്രോധ ദിവസത്തിങ്കൽ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാം. ദൈവത്തിന്റെ ക്രോധം വരുന്നതിന് മുൻപ് നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പി. നിങ്ങൾ ലോകത്തിൽ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആശ്ചര്യമായ മഹിമ കൊണ്ടോ നിങ്ങളുടെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ ആ ദിനത്തിൽ ഓടി ഒളിപ്പാൻ ഒരുവനും സാധ്യമല്ല. എങ്ങനെ ഓടി ഒളിക്കാം? യെശയ്യാ പ്രവചനം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ആത്മീയ പ്രവചനം നമുക്ക് കാണാം. യെശയ്യാ പറയാണ്, എന്റെ ജനമേ, വന്ന് നിങ്ങൾ അറകളിൽ കയറി വാതിലുകളെ അടയ്ക്കുക. ദൈവത്തിന്റെ ക്രോധം ജാതികളെ സന്ദർശിപ്പാൻ വന്നിരിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ പതിക്കും മുൻപ് ഓടി രക്ഷപ്പെടുവാൻ നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പി. ദാവീദ് പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവൻ അവൻ ബുദ്ധിമാനാണ്. ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങൾ വിദ്യാഹീനരായിരിക്കാം, ഏറ്റവും ഹീനമായ ഒരു കുടുംബത്തിൽ ജനിച്ചവനായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ യാതൊരുവിധ മാന്യതയും നിങ്ങൾക്കില്ലാത്തവനായിരിക്കാം. പക്ഷേ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ ബുദ്ധിമാനാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നില്ലേ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുവാൻ ദൈവം ലോകത്തിലേക്ക് നോക്കുന്നു. ലോകത്തിലെ എത്രയോ വലിയ ബുദ്ധിമാന്മാരുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണം കണ്ടെത്തിയ ഐസക് ന്യൂട്ടൺ പ്രശസ്തനായ ഒരുവനാണ്. ഫ്ലൈറ്റ് പറപ്പിക്കാൻ കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാർ വലിയ ബുദ്ധിമാന്മാരാണ്. കത്തിജ്വലിക്കുന്ന ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവാ എഡിസൺ അദ്ദേഹം ഒരു വലിയ പ്രഗത്ഭനായ ബുദ്ധിമാനാണ്. പക്ഷേ വേദപുസ്തകം ഇവരെ ആരെയും ബുദ്ധിമാനെന്ന് വിശേഷിപ്പിച്ചില്ല. ഐസക്കിനെയോ തോമസിനെയോ റൈറ്റ് സഹോദരന്മാരെയോ വേദപുസ്തകം ബുദ്ധിമാനെന്ന് പറഞ്ഞില്ല. വിശുദ്ധ ബൈബിളില് ദൈവ സിംഹാസനത്തിന്റെ മുൻപിൽ ആരാണ് സാക്ഷാൽ ബുദ്ധിമാനെന്ന് ചോദിച്ചാൽ അത് ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ക്രോധത്തിന്റെ കലശ ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ നിങ്ങൾക്ക് ഓടി ഒളിക്കുവാൻ ഒരിടമുണ്ടോ? അത് നിങ്ങളുടെ ദൈവമാണ്. ആകയാൽ ജീവിച്ചിരിക്കെ നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ കോപ ദിവസങ്ങളിൽ ഓടി ഒളിക്കുവാൻ സെഫന്യാവ് പറയുന്ന അങ്ങനെയല്ലേ, യഹോവയെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, അതുപോലെ സൗമ്യത അന്വേഷിപ്പീൻ. എന്നാൽ യഹോവയുടെ ക്രോധ ദിവസത്തിൽ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാം. സത്യ ദൈവത്തെ അന്വേഷിപ്പീൻ. നമ്മുടെ ആയുസ് വളരെ ചുരുക്കമാണ്. ചുരുക്കമായ നമ്മുടെ ആയുസിനുള്ളിൽ സത്യ ദൈവത്തെ അന്വേഷിച്ച് നീതിയായ പാത അന്വേഷിക്കണം. ആരാണ് നീതി? അത് നമ്മുടെ കർത്താവായ യേശുവാണ്. 2-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, നിങ്ങൾ വഴിയിൽ വെച്ച് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുവിൻ. മാനകുലത്തിന്റെ രക്ഷയ്ക്കായി മനുഷ്യാവതാരം എടുത്ത് താണലോകത്തിൽ വന്ന് മാനവരാശിയുടെ പാവങ്ങളെ ചുമന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കപ്പെട്ട കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ നീതിയെ നിങ്ങൾ പ്രാപിക്കുക. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് നിങ്ങൾ രക്ഷ പ്രാപിക്കുക. വിശുദ്ധ ബൈബിൾ പറയും പ്രകാരം നിങ്ങൾ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെളിപ്പായി തീരുക. ദൈവത്തിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നീതിയുടെ പാതകളിൽ യാത്ര ചെയ്യുക. ദൈവത്തിന്റെ ക്രോധത്തിന്റെ അഗ്നി ഭൂമിയിൽ പതിക്കുമ്പോൾ ഓടി ഒളിപ്പാൻ നമുക്കൊരു സ്ഥലമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവിന്റെ വിശ്രാമമാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിക്കുന്ന സ്നേഹിതരെ, ചില ഒരുക്കങ്ങളുടെ മുൻപിലാണ് ഇന്ന് നാം വന്നെത്തിയിരിക്കുന്നത്. ലോകത്തിൽ പല കാര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നല്ലോ. ശാസ്ത്രം അതിന്റെ ഒരുക്കം അതിവേഗതയിൽ കൊണ്ടുപോകുന്നു. തകർന്നുടങ്ങിയ സാമ്രാജ്യം അതിന്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അധർമ്മമൂർത്തിയായ എതിർക്രിസ്തുവായ പിശാചിന്റെ പൈശാചിക ശക്തി രംഗപ്രവേശത്തിനായി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവത്തിന്റെ ക്രോധം ഭൂമിയിൽ പതിക്കുന്ന ദിനത്തിന് മുൻപേ ഓടി ഒളിക്കുവാൻ നിങ്ങൾ സത്യ ദൈവത്തെ അന്വേഷിപ്പി. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും സത്യ ദൈവത്തെ അറിയാതെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ഞങ്ങളെ ശബ്ദം ശ്രമിക്കുന്നെങ്കിൽ പ്രിയ സ്നേഹിതരെ, സത്യ ദൈവത്തെ അന്വേഷിപ്പി. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ദൈവസിംഹാസനം ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി സത്യ ദൈവത്തെ അന്വേഷിപ്പി. അടുത്തതായി നീതി അന്വേഷിപ്പി. എന്താണ് നീതി? യേശു യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാൻ ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നമ്മിൽ നിവർത്തിക്കേണ്ടതാകുന്നു. ദൈവവചനത്തോടുകൂടിയ ജലസ്നാനത്താൽ ദൈവനീതിയെ പ്രാപിപ്പി. അടുത്തതായി സൗമ്യതയെ കുറിച്ച് പറയുന്നു. ആരാണ് സൗമ്യത? അത് നമ്മുടെ കർത്താവായ യേശുവാണ്. യേശു പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ പഠിപ്പി.
എന്നാൽ നിങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കും. ലോകത്തിൽ വലിയ നാശം സംഭവിക്കാൻ പോകുന്നു. ലോക ജനത ഭയപ്പെട്ട് വിറയ്ക്കുകയാണ്. എന്തൊക്കെയോ ഒരുക്കങ്ങൾ ലോകത്തിൽ നടക്കുന്നു എന്ന് നമ്മുടെ ആത്മാവ് തന്നെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ ദൈവജനമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന് ഈ രാത്രിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ അവസാന കാലഘട്ടത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം അതിനായിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി. ഒരു കാലത്ത് തിരുവെഴുത്ത് പറഞ്ഞതൊക്കെ അത്ഭുതമായിട്ടായിരുന്നു ലോകം കണ്ടത്. എന്നാൽ ലോകം ഇന്നത് അംഗീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിൽ ശക്തമായ ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ലോക സാമ്രാജ്യങ്ങൾ 7 ഭാഗമായിട്ടാണ്. ഇത് എത്ര കാലം തുടരുമെന്ന് ചോദിച്ചപ്പോൾ എസെക്കിയേൽ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്ക് ഇങ്ങനെയുണ്ട്: ഞാൻ മകുടം മാറ്റും, ഞാൻ കിരീടം നീക്കും, ഞാൻ ഉയർന്നവനെ താഴ്ത്തും, ഞാൻ താണവനെ ഉയർത്തും. അവകാശിയായവൻ വരുവോളം ഭൂമിയിൽ ഭരണം നടന്നുകൊണ്ടിരിക്കും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യും: ഞാൻ മകുടം നീക്കും, കിരീടം എടുത്തുകളയും. അത് അങ്ങനെ ഇരിക്കത്തില്ല. ഞാൻ താണവനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. എന്തൊരു അത്ഭുതമാണ്! BC 7-ാം ശതകത്തിൽ ജീവിച്ച പ്രവാചകൻ പറഞ്ഞു, ഞാൻ താണവനെ ഉയർത്തും, ഉയർന്നവനെ താഴ്ത്തും. അതിന് മുന്നോടിയായ ഒരു സംഭവമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നിരിക്കുന്നത്. അമേരിക്കയിൽ 500 വർഷത്തിനപ്പുറം ആഫ്രിക്കയിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരടിമയുടെ സന്തതിയാണ് ലോകത്തിലെ ഏറ്റവും മഹത്തേറിയ രാജ്യത്തിരിക്കുന്ന ഒബാമയുടെ പ്രസംഗ ചാതുര്യം കൊണ്ടോ തന്റെ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല പ്രിയമുള്ളവരെ. വേദപുസ്തകത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അമേരിക്കയിലെ വെള്ളക്കാർ ആഫ്രിക്കയിലേക്ക് പോയി അവിടുത്തെ ദരിദ്രരെ പിടിച്ച് നമ്മുടെ നാട്ടിൽ, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ മാടിനെ കൊണ്ടുവരുന്ന പോലെ കയ്യിലും കഴുത്തിലും അരയിലും ഒക്കെ കെട്ടി വലിച്ചരച്ച് കപ്പൽ കയറ്റി അമേരിക്കയുടെ മണ്ണിൽ അടിമയായി കൊണ്ടുവന്ന് അവരെ കൊണ്ട് പണം ഉയർത്തിയ വൈറ്റ് ഹൗസിൽ ഒരടിമയുടെ സന്തതി കയറിയിരുന്ന് ലോകത്തെ വാഴുന്നതിന്റെ രഹസ്യം തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. ഞാൻ ഉയർന്നവനെ താഴ്ത്തും, ഞാൻ താണവനെ ഉയർത്തും. ലോകത്തിന് വലിയ അത്ഭുതമാണ്. ഒബാമ കയറി വൈറ്റ് ഹൗസിൽ ബ്ലാക്ക് ഹൗസ് ആക്കി മാറ്റിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് യാദൃശ്യമല്ല. മശിഹ വരുവോളം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ലോകത്തിന്റെ ഭരണം ദൈവത്തിന്റെ കീഴിലാണ്. ആര് ഭരിക്കണം, ആര് നടത്തണം എന്നൊക്കെ ഉള്ള തമ്പുരാന്റെ പദ്ധതിയാണ്. ഒരു കേവലം ചെറിയൊരു പഞ്ചായത്ത് ഭരിക്കുന്ന പോലും തമ്പുരാൻ പറഞ്ഞിട്ടുള്ള പരിപാടിയെ നടക്കും. എന്തെല്ലാം ആയാലും ലോകത്തിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തവണ്ണമുള്ള അത്ഭുതങ്ങളാണ് ഭരണരംഗത്ത് നടത്തുന്നത്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഞാൻ മകുടം മാറ്റും, ഞാൻ കിരീടം നീക്കും, ഞാൻ ഉയർന്നവനെ താഴ്ത്തും, താണവനെ ഉയർത്തും. എപ്പോൾ വരെ? അവകാശിയായ ഒരുവൻ ലോകത്തെ ഭരിപ്പാൻ വരും. ആരാണ് ഈ അവകാശി? അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവിനാൽ നിന്നിൽ ഒരു സന്തതി ഉരുവാകും, അവൻ വലിയവനായി തീരും, അവന് ദാവീദിന്റെ സിംഹാസനം ലഭിക്കും. അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മുടെ യേശു രാജാവായി ഭൂമിയിൽ വാഴും. പ്രവാചകനായ ദാനിയേൽ പറഞ്ഞു, യജമാനനെ, ഈ രാജാക്കന്മാരുടെ കാലത്ത് നശിച്ചു പോകാത്ത ദൈവത്തിന്റെ രാജ്യത്വം സ്ഥാപിക്കും. അതാണ് 7ാമത്തെ സാമ്രാജ്യം. ഇപ്പോൾ നാം ജീവിക്കുന്നത് 5ാമത്തെ സാമ്രാജ്യത്തിലാണ്. കൃപായുഗത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ ഒരു സാമ്രാജ്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യത്തിന് ശേഷം നമ്മുടെ മശിഹായുടെ സാമ്രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. ആകയാൽ ദൈവത്തിന്റെ ക്രോധ ദിനത്തിങ്കൽ ഓടി ഒളിക്കുവാൻ രക്ഷകനായ ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രവാചകൻ ചോദിക്കുന്നു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ലോക സംഭവങ്ങളെല്ലാം യേശുവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഉയർന്നവനെ താഴ്ത്തി താണവനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. നശിച്ചുപോയ സാമ്രാജ്യ ശക്തികൾ അതിബലത്തോടെ എഴുന്നേറ്റ് വരുവാൻ യൂറോപ്യൻ യൂണിയൻ പ്രസ്ഥാനം എഴുന്നേറ്റ് വരുന്നു. സകല മാനവരാശിയുടെ മേലും അടിച്ചേൽപ്പിക്കുവാൻ സിലിക്കൺ മൈക്രോ ചിപ്സുമായി ശാസ്ത്രലോകം മുൻപോട്ട് വരുന്നു. ലോകത്തിൽ അത്ഭുതമാർന്ന പല വിഷയങ്ങളും നടക്കുന്നു. യഹൂദ ജാതി തന്റെ ആലയത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് കേവലം 28 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ആലയത്തെ പണിയും. ശലോമോൻ
പണിതുയർത്തിയ മഹത്തായ ആലയം പോലെ ഒരു മഹത്വമേറിയ ആലയം പണിയുവാൻ യഹൂദ ജാതി ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സംഘടന രൂപീകരിച്ച് ഇന്ന് അവരെല്ലാ കാര്യങ്ങളും നീക്കുകയാണ്. പുരോഹിതനെ ധരിപ്പാനുള്ള വസ്ത്രം, അന്ന് അർപ്പിക്കാനുള്ള ചുമന്ന പശുക്കിടാക്കൾ, ആയതുപോലെ യാഗപീഠത്തിന്റെ ഉപകരണങ്ങൾ, ന്യായപ്രമാണത്തിൽ പറയുന്ന സകലവും പൊന്നിനാലും വെള്ളിയാലും വിലപ്പെട്ട രത്നങ്ങളാലും അവർ സമ്പാദിച്ച് അവരുടെ ആലയത്തിന്റെ പണിക്കായി കാത്തിരിക്കുന്നു. പ്രിയ ദൈവജനമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതെല്ലാം കാണുമ്പോൾ വാതിക്കൽ നിന്ന് അവൻ മുട്ടുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളി. നമ്മൾ ഉദാസീനരായി അലസരായി ദൈവകൃപയ്ക്ക് അന്യപ്പെട്ടവരായി ജീവിക്കരുത്. നമ്മുടെ യേശുവിന്റെ വരവ് അടുത്തുപോയി. ആത്മീയ ലോകം അധർമ്മത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നു. വിശ്വാസ വീരന്മാർ പലരും വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്നു. ശോഭിക്കപ്പെട്ട നക്ഷത്രങ്ങൾ പലരും തകർന്നുടയുന്നു. ശക്തിമാന്മാർ വീണുപോകുന്നു. അനേകരുടെ ശുദ്ധീകരണത്തിനും തേജസ്കരണത്തിനുമായി വലിയ ദുരിതങ്ങളും വിശ്വാസത്യാഗവും ആത്മീയ ലോകത്തിൽ സംഭവിക്കുന്നു. ഇതെല്ലാം എന്തിനെ വിളിച്ചറിയിക്കുന്നു? നമ്മുടെ യേശുവിന്റെ വരവടുത്തുപോയി. കണ്ണുകളെ അടച്ചാട്ട് പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രവാചകന്റെ ചോദ്യം നമ്മുടെ മനസ്സിന് മുമ്പിൽ ഉദിച്ചിരട്ടെ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? സ്വർഗത്തിലും ഭൂമിയിലും അതിശക്തമായ ചില ഒരുക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. സ്വർഗീയ ദൂതന്മാർ കാഹളം ഊതുവാൻ ഒരുക്കമായിരിക്കുന്നു. സ്വർഗീയ ദൂതന്മാർ ദൈവത്തിന്റെ ക്രോധകലശം ഒഴിക്കുവാൻ ഒരുക്കമായിരിക്കുന്നു. സ്വർഗത്തിൽ സിയോന്റെയും യെരൂശലേമിന്റെ പണികൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയ്ക്കായി തടയുന്ന പരിശുദ്ധാത്മാവ് മാറിയാലുടനെ അവൻ വെളിപ്പെടാൻ ഒരുക്കമായിരിക്കുന്നു. തകർന്നുടഞ്ഞ സാമ്രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുവാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ന് ഒരേപോലെ ശക്തമായി വരുന്നു. ലോക ജനതയെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കുവാൻ ഇതാ യുദ്ധക്കളങ്ങളായി ലോകം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയ ദൈവജനമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ഇന്ന് രാത്രിയിൽ നീതി അന്വേഷിക്കുന്നവരായി തീരാ. യഹോവയുടെ ക്രോധ ദിനത്തിങ്കൽ നിങ്ങൾക്ക് പൊന്നിനോ വെള്ളിക്കോ നിങ്ങളെ സഹായിപ്പാൻ സാധ്യമല്ല. മലകളിലോ പാറകളിലോ നിങ്ങൾക്ക് ഒളിപ്പാൻ ഇടം കിട്ടത്തില്ല. നിങ്ങൾക്ക് എങ്ങനെ രക്ഷ പ്രാപിക്കാം? ആകയാൽ ദൈവത്തെ അന്വേഷിപ്പീൻ, നീതി